ഞാൻ ആ കടയിൽ പോയി ഇന്ന് കോഫി ഉണ്ടെന്ന് അവന് എന്നെ നോക്കിയിട്ട് 400 രൂപ കോഫി ഇരുന്നു 400 രൂപ കോഫിക്ക് കോഫി ഇല്ല. പക്ഷെ PVRലൊരു ഹാക്ക് ഉണ്ട്. കാരണം ഇത്രയും വില കുറച്ച് കൂടുതൽ സാധനം വിൽക്കുമ്പോഴേ ഏതെങ്കിലും ഒരു സാധനം നോർമൽ ആൾക്കാർക്ക് അക്സസബിൾ ആയിട്ട് വെക്കണമെന്ന് റൂളുണ്ട്. അല്പതരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്വർണ്ണ ചെയിൻ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് അങ്ങനെ കാണിക്കൊന്നുമില്ല. പക്ഷെ അതില് രോമണ്ടല്ലോ എച്ചിത്തരം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രം നക്കി വൃത്തിയാക്കൂലേ? ഏയ് അത് എച്ചിത്തരല്ല. ശീലല്ലേ അങ്ങനെ പറയല്ലേ. ചേട്ടന്റെ പെണ്ണ് കാണലിന് പോകുമ്പോ നീ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ബേസിക് സാധനമാണ്, അത് ചെയ്യണം. അല്ലെങ്കിൽ നീ പോവാണ്ടിരിക്കാമല്ലോ നിനക്ക്. ഞാൻ നയൻതാരയ്ക്ക് മറ്റേ സാധനം വാങ്ങിച്ചു കൊടുക്കും. ധനുഷിന്റെ കയ്യിൽ നിന്ന് 3 ക്ലിപ്പ് 10 കൊടുത്ത് നയൻസ് എന്നാ കാശ് എനിക്ക് കാശ് പ്രശ്നമല്ല എന്നാ കൊടുക്കറൊക്കെ. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. യെസ്, വേറെ ആരുമല്ല, ശൂന്യത നമ്മുടെ ഗസ്റ്റ്. നമ്മൾ പ്ലാൻ ചെയ്തത് തന്നെ 50 എപ്പിസോഡിന് മുന്നേ തന്നെ നമുക്ക് മഹാദേവനെ പറഞ്ഞു വിടാൻ പറ്റി. മഹാദേവനെ നമുക്ക് നഷ്ടപ്പെട്ടു ഗൈസ്. മഹാദേവന്റെ കോർ ഫാൻസ് അൺഫോളോ ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകോളൂ. മഹാദേവൻ 50 കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ ഇനി. അതെ, മഹാദേവൻ ഇന്ന് ഈ എപ്പിസോഡിൽ മഹാദേവല്ല, വരും എപ്പിസോഡുകൾ മഹാദേവൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഭവം മഹാദേവൻ പറഞ്ഞത് 50 എപ്പിസോഡിനുള്ളിൽ 10K സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചു തരും, അവന്റെ സ്റ്റാർ പവർ ഉണ്ടെന്ന്. ഇത് 45 കഴിഞ്ഞിട്ട് എത്താത്തതുകൊണ്ട് അവൻ നൈസായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവനെ വിളിച്ച് ഊക്കി മരത്തി കയറ്റി. അവസാനം മഹാദേവൻ വരൂല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ടില്ല. നമ്മളിങ്ങനെ മഹാദേവനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എടുത്തു പറയാം. നമ്മുടെ എപ്പിസോഡിന്റെ ടോപ്പിക് ഇന്ന് എച്ചിത്തരം. കാരണം നമ്മൾ ആക്ച്വലി ആദ്യം ഇതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ദീപകിനെ ഈ പോഡ്കാസ്റ്റിലേക്ക് ക്ഷണിക്കുന്നു. സാർ, എന്താണ് എച്ചിത്തരം? ആക്ച്വലി 1 വർഷം മുമ്പ് വരെ ദാരിദ്ര്യമായിരുന്നു. നമുക്കൊരു എച്ചിയെ എങ്ങനെ തിരിച്ചറിയാം? നീല ഷർട്ടിട്ട് പല്ലടിച്ചിരിക്കുന്നതാണോ എച്ചി? എച്ചി എന്ന് പറയുമ്പോൾ എന്താണ് ദാരിദ്ര്യവും എച്ചിത്തരം തമ്മിലുള്ള വ്യത്യാസം? കാശില്ലാത്തവന്റെ ദാരിദ്ര്യം, കാശുള്ളവന്റെ എച്ചിത്തരം. എനിക്ക് 1 വർഷം മുമ്പ് ദാരിദ്ര്യമായിരുന്നു. ഇപ്പൊ കാശ് വന്നതിന് ശേഷം മൈൻഡ് സെറ്റ് മാറുന്നില്ല, അപ്പൊ എച്ചിത്തരമാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ എന്നും പഴയതുപോലെ തന്നെ ആയിരിക്കും, എപ്പോഴും ഇതുപോലെ ആയിരിക്കും. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് എച്ചിത്തരം. കിക്ക് കിട്ടും എനിക്ക് ഇങ്ങനത്തെ ഈ ചെറിയ രീതിയിലുള്ള ഇപ്പൊ 50 രൂപയുടെ ബിരിയാണി കഴിക്കുന്നതിൽ ഇപ്പോഴും ഒരു സന്തോഷം കിട്ടും. ഫ്രീ ആയിട്ട് കഴിക്കുന്നതിൽ ഒരു സന്തോഷം കിട്ടും. ഞാൻ വിചാരിക്കുന്നത് കാശ് വരുന്നോണ്ട് എന്തിനാണ് ഞാൻ ആ സന്തോഷങ്ങൾ, അസുഖങ്ങൾ അല്ലേ കളയുന്നത്? പിശുക്കും എച്ചിത്തരം ഒന്നാണോ? അപ്പം പിശുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലോങ് ടേം പ്ലാനിങ്ങിലൂടെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു പിശുക്ക് അല്ല, എച്ചിത്തരം ഒരു കിക്കിന് വേണ്ടി ചെയ്യുന്ന സാധനമാണ്. എനിക്ക് പിശുക്ക് ഒരു മോശം സാധനം അല്ല, എനിക്ക് രണ്ടും സെയിം ആണെന്നാ തോന്നുന്നത് അല്ലേ? അതായത് പിശുക്കിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എച്ചിത്തരം. എനിക്ക് തോന്നുന്നു പിശുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഷ്ടപ്പെട്ട ഒരു നീഡ് ബേസ്ഡ് സാധനമാണ്. എച്ചിത്തരം എന്ന് പറഞ്ഞ ഒരു വാണ്ട് ബേസ്ഡ് സാധനമാണ്. അതായത് അത് ചെയ്യുന്നതിൽ നമുക്കൊരു കിക്ക് കിട്ടും. സാധാരണക്കാരന് നീഡും വാണ്ടും ഒന്നാണ്. എച്ചിത്തരം അല്പത്തരം അതിന്റെ കാട്ടി കൂടുതൽ. അല്പത്തരം ഷോ ഓഫ് അല്ലേ? അല്പത്തരം എന്ന് പറയുന്നത് ഷോ ഓഫാണ്. ഷോ ഓഫാണ് അത് ഇതിന്റെ മോളുണ്ട്. അല്പത്തരം ഷോ ഓഫാണ്, ഇതില് വരില്ല. അല്പത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്വർണ്ണ ചെയിൻ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് പക്ഷെ അതില് രോമണ്ടല്ലോ അതില് എന്റെ അടുത്ത് നിനക്ക് അത് ഷോ ഓഫ് ചെയ്യാം. ഇല്ല, അതിലാണെങ്കിൽ എനിക്കോട്ട് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം കൊണ്ടുവരാൻ നോക്കിയല്ലേ? അല്പത്തരത്തിലല്ലേ ഉള്ളത് വെച്ച് ഷോ ഓഫ് കാണിക്കുക എന്നുള്ളതാണ്. എച്ചിത്തരം തിരിച്ചാ നീ മറ്റേ ഇത് കാണിക്കൂല, ഷോ ഓഫ് ചെയ്യില്ല. എന്റെ കയ്യിൽ ഇല്ല എന്നാ പറയുള്ളൂ. അപ്പൊ എച്ചിത്തരം അല്പത്തരം വേറെയാ. അപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ, എച്ചിത്തരം പിശുക്ക് ഒന്നാണോ? അതാ പറഞ്ഞ പിശുക്കിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എച്ചിത്തരം. പിശുക്ക് എന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് കാശ് പരമാവധി പോകാണ്ടിരിക്കാൻ നോക്കാന്നുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ് എച്ചിത്തരം. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ തുണി മേടിക്കാൻ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ അച്ഛന്റെ ഉദാഹരണം എടുക്കും. അച്ഛന്റെ തുണിയാണോ എടുക്കുന്നത്? അച്ഛനാണെങ്കിൽ ഇപ്പൊ അച്ഛന്റെ കാര്യങ്ങളിൽ ഭയങ്കര പിശുക്കാണ്. അതായത് ഇപ്പം ചില മരുന്ന് ഇനി കഴിക്കണ്ടെന്ന് വിചാരിക്കണ പിശുക്കാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ എൻ്റെ നെഫ്യൂടെ കാര്യത്തിൽ വരുമ്പം മേടിച്ചു കൊടുക്കുന്ന തുണിയും മേടിച്ചു കൊടുക്കുന്ന ടോയ്സും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ചുമ്മാ ചെലവാക്കും. അപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ ചുമ്മാ ചെലവാക്കും. അപ്പൊ നമുക്കൊരു കാര്യമില്ല, ബാംഗ്ലൂർ പോയപ്പോ നമുക്കൊരു കാര്യമില്ല, പ്രോൺസ് ബിരിയാണി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കിലോ പ്രോൺസ് അങ്ങനെ ഉണ്ടായിരുന്നത്, ചിക്കൻ ബിരിയാണി വെച്ചാൽ അതിന് പകുതി പൈസ എത്ര? അതെ, ശരി, ആ കാര്യത്തിൽ പുള്ളിക്കാരൻ ആവശ്യമാണ്. അതെ, പുള്ളിക്കാരൻ വെച്ചാൽ പുള്ളിക്കാരന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ചെയ്യുവാണെങ്കിൽ അവിടെ ഭയങ്കര
പിശുക്ക് കാണിക്കും. അപ്പൊ അത് ശരിക്കും പിശുക്കാണ്. എച്ചിത്തരം തിരിച്ചാണ്. എച്ചിത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രം നക്കി നക്കി വൃത്തിയാക്കൂലേ? ഏയ് അത് എച്ചിത്തരല്ല. ശീലല്ലേ അങ്ങനെ പറയല്ലേ. എച്ചിത്തരം എന്ന് പറഞ്ഞത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കണവർ അവിടെ പോയി കൈ കഴിക്കൊണ്ട് നിൽക്കുന്നതാണ് എച്ചിത്തരം. ഇന്ന് രാവിലെ കണ്ടതാണോ ഡിഫൈൻ ചെയ്യാൻ പറ്റാതായിരിക്കുന്നല്ലോ എച്ചിത്തരം. എന്താണ് എച്ചിത്തരം? എച്ചിത്തരവും പിശുക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? നല്ലൊരു ചോദ്യം. അതായത് ഞാൻ 150 രൂപ പിശുക്കിന്റെ ബൈ പ്രൊഡക്ഷൻ ആണ് എച്ചിത്തരം എന്നുള്ളത്. ഫിസിക്കൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. എച്ചിത്തരം ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലാണ്. ദീപു കാണിച്ചിട്ടില്ല എച്ചിത്തരം ഒരെണ്ണം പറഞ്ഞു നീ. ഒരുപാടുള്ള ഓർമ്മ കിട്ടുന്നില്ല. ഞാനിപ്പോ ഒറ്റയ്ക്ക് പോയി ഉണ്ണുവാണെങ്കിൽ ഞാൻ സ്പെഷ്യലൊക്കെ പറയാറുണ്ട്. നമ്മൾ കൂട്ടത്തിൽ പോവാണെങ്കിൽ സാമ്പാർ മാത്രം കിട്ടും. അതാണ് എച്ചിത്തരല്ല. നമ്മൾ 6 പേര് പോകുന്നു, അവർ ഒറ്റയ്ക്ക് പോയി ഉണ്ട്, ഒരു മീൻ ഫ്രൈക്ക് 100 രൂപ എക്സ്ട്രാ ആവും. നമ്മൾ 6 പേരും പോയി കഴിച്ച മീൻ ഫ്രൈ വാങ്ങിച്ചാൽ 1000 രൂപ എക്സ്ട്രാ ആവും. അപ്പൊ അത് എച്ചിത്തരം എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. അത് എച്ചിത്തരല്ല. എച്ചിത്തരം ഒരു ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്റെ പാന്റ് കീറിയാൽ ഞാൻ ഇട്ടുകൊണ്ട് നടക്കും. അത് എച്ചിത്തരം. അത് നിന്റെ കയ്യിൽ കാശുണ്ടായിട്ട് നീ അത് ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ നീ എച്ചിത്തരം. കാശുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാം. ആ എച്ചിത്തരം. എച്ചിത്തരാണ്. എച്ചിത്തരാണോ അതോ നിങ്ങൾ ആ കാശ് എന്ന സാധനത്തിന്റെ പർപ്പസ് എന്താ? ഇവിടെ ജീവിക്കാനുള്ളതാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ സോൾവ് ചെയ്യുന്നത് അല്ലേ? ഞാൻ കാര്യം ചോദിച്ചില്ല. അത് ഇങ്ങനൊരു ഒരു പ്രശ്നമല്ലേ? പൈസ മുടക്കി എനിക്ക് ഞാൻ കാര്യം പറയാം. ഇത് പൈസ മുടക്കിയ ആൾക്കാർ മറ്റേ ജീൻസ് ഇങ്ങനെ കീറി ഇട്ടുകൊണ്ട് നടക്കും. അപ്പൊ എന്റെ ജീൻസ് വേണ്ട കാണിക്കില്ല. നിങ്ങളൊന്ന് ഇത് തയ്ച്ചേക്കുന്നതാ. അതിന്റെ കാശില്ല ഇപ്പൊ അല്ലേ. എനിക്ക് ജോലി ഉള്ളപ്പോൾ മനസ്സിലായത്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഉണ്ട്, എനിക്ക് 60,000 ശമ്പളം ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ ഇതുപോലെ വേറൊരു ജീൻസ് ഇട്ട ചേട്ടന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോയി ഞങ്ങള്. ഇതുപോലത്തെ ജീൻസ് ഇട്ടിട്ട് നീ പോയാ? അത് എച്ചിത്തരം മാത്രല്ല, തികച്ചും നിരുത്തരവാദിത്വപരവും. ഇതേ ജീൻസ് തന്നെ സാധാരണ അവ ഇടുന്ന ഇതേ ജീൻസാ. പക്ഷെ അങ്ങനെ കീറിയല്ല, അത് ഈ അവര് ഒരച്ച് കീറി കൊടുക്കുന്ന സാധനമായത്. വ്യത്യാസമൊന്നുമില്ല. ബേസിക്കലി ഇത് തമ്മിൽ വ്യത്യാസം. ചേട്ടന്റെ പെണ്ണ് കാണലിന് പോകുമ്പോ നീ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ബേസിക് സാധനമാണ്. അത് ചെയ്യണം, അല്ലെങ്കിൽ നീ പോവാണ്ടിരിക്കാമല്ലോ നിനക്ക്. ഇല്ല, അത് വെച്ചാൽ എനിക്കും അങ്ങനെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാനും കിട്ടണൊക്കെ എടുത്താണ്. ചെറിയ കീറലുണ്ടെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഗേൾഫ്രണ്ട് പറയും എയർപോർട്ടിൽ പോകണമെങ്കിൽ നല്ലപോലെ ഡ്രസ് ചെയ്ത് പോകണം. ഞാൻ കയ്യിൽ കൊടുത്താണെങ്കിലും പോകും. അവിടെ പോകണമെന്ന് പ്രശ്നമൊന്നുമില്ല. അവിടെ ആർക്കും തന്നെ അറിഞ്ഞൂടല്ലോ. പക്ഷെ നീ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് അങ്ങനെ പോകും കള്ളി കൊണ്ടെടുത്തിട്ട്? എനിക്ക് ആക്ച്വലി ഇപ്പൊ വേറെ ഒരാള് അങ്ങനെ ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്യാതെ, എനിക്കിപ്പോ അനീസിക്ക ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നത്തിൽ ഞാനിപ്പോ അനീസിക്കനെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് കാണുവാണെങ്കിൽ എനിക്ക് അതിലൊരു പ്രശ്നവും തോന്നാറില്ല. നീ ജഡ്ജ് ചെയ്യത്തില്ല? ഞാൻ ജഡ്ജ് ചെയ്യത്തില്ല. നീ നിന്റെ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നെങ്കിലോ? ഓഫീസിൽ ഇന്റർവ്യൂ വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യത്തില്ല. എനിക്കങ്ങനെ എന്ന് വെച്ചാൽ കംഫർട്ട് ആയിരിക്കണം ഏറ്റവും. പിന്നെ നമ്മളൊരു ഇപ്പം ഞാനിപ്പോ എന്റെ ചേച്ചിയുടെ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അവിടെ ചേച്ചിയുടെ സാധനമാണല്ലോ പ്രയോറിറ്റി. ചേച്ചിയുടെ ബന്ധുക്കള് അതിലെത്ര പേര് ജഡ്ജ് ചെയ്യണവരുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച്, അതായത് ശരിക്കും എച്ചിത്തരം കാണിക്കുന്ന ഒരാള് മറ്റേ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു, ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ എച്ചിത്തരം കാണിക്കുന്നത്. ഞാൻ തിരിച്ചും എൻ്റെ ഫ്രീ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിച്ചാൽ എനിക്കെന്താ, ഞാൻ അവരുടെ ചെലവിനല്ലോ ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യാറുണ്ട്. അതിപ്പം ഞാനും ചിലപ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് ഇതേപോലെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പം അതാണല്ലോ നമ്മളിപ്പോൾ ഒരാൾ ഫിറ്റായിട്ട്, ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സാധനത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും അയാൾ എഫേർട്ട് ഇടുന്ന ഒരാളാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ കുറച്ചുകൂടെ ഫിറ്റായി വരുന്ന ഒരാൾ വരുമ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു, അല്ലെങ്കിൽ ഡ്രസ്സപ്പ് ചെയ്ത് വരുന്ന ആൾ അത്ര എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ ആക്ച്വലി നല്ലപോലെ ഡ്രസ്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അല്ലേ? അത് മിക്കവർക്കും ഉള്ളൊരു സാധനമാണ്. നമ്മൾ കുറച്ച് ഡ്രസ്സപ്പ് ചെയ്തുവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. പക്ഷെ അത് ചെയ്യാനുള്ള മടി, അത് ഒരു എനിക്ക് ചില കാര്യങ്ങൾ മടി വരുന്നത് പ്രശ്നമായിട്ട് തോന്നണില്ല. കാരണം നമ്മുടെ എനർജി ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. എനിക്കിപ്പം ഒരാളെ കാണുമ്പം അയാൾ എന്നെ ജഡ്ജ് ചെയ്യുന്നത് എൻ്റെ വേറെ പല കാര്യങ്ങളിൽ ജഡ്ജ് ചെയ്യട്ടെ എന്നുള്ള ഒരു സാധനമായിരിക്കും ഡ്രസ്സിൻ്റെ കാട്ടി കൂടുതൽ. മനസ്സിലായി? വേറൊന്നുമില്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്താലും കുഴപ്പമില്ല. ഇൻ ഷോർട്ട്, നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും ഇവന്റെ ഡ്രസ്സ് എന്താ, ഇവനെ ആളെന്താന്നുള്ളത്. അത്രയ്ക്കുള്ള ഒരു സംഭവമുള്ളൂ. അതിൽ ഫസ്റ്റ് ഇംപ്രഷന് നമ്മൾ നന്നായി നമ്മളെ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ആ ഒക്കേഷൻ അനുസരിച്ച് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ഒരു ആൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോടുള്ള നമുക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഭയങ്കര ഒട്ടും ഷേവ് ചെയ്യാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ റെഡ് ഫ്ലാഗ് ആയിരിക്കാം. എന്റെ ഒരു ചേട്ടനുണ്ട്, ആളീ പറഞ്ഞ പോലെ ഇരിക്കുന്ന കുഴപ്പമില്ലായിരിക്കും.
അല്ല ആള് ഷേവും ചെയ്യലൊന്നും ചെയ്യില്ല, ഇതിങ്ങനെ ആടിയും പറഞ്ഞാറ്. പക്ഷെ ആളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതാണ്. ആൾക്കറിയാം ആള് 2 മിനിറ്റ് സംസാരിച്ച ആൾക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. എനിക്ക് അനീസിക്കൊക്കെ ആ ഒരു കോൺഫിഡൻസ്. ആള് വിദ്വേഷ പ്രസംഗത്തിന് ജയിലിലാണ് 2 മിനിറ്റ് സംസാരിച്ച. അല്ലല്ല ആള് പണ്ടേ പ്രണവ് മോഹൻലാല കറങ്ങിടക്കണ ആളാ. ഞാൻ ആ കോൺഫിഡൻസ് ഗെയിമിന്റെ ആളാണ്. നമ്മളെ ചിത്രത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ശരിയാണുള്ളത്. നീ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചേര നീ തിരിച്ചു പറ, നീ കാണുന്ന ചിത്രം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന എച്ചിത്തരം എന്ന് വെച്ചാൽ ഞാനൊരു എനിക്ക് ശരിക്കും ഒരു സാധനം ഞാൻ പറയാം, ഒരു 5-6 മാസം മുമ്പേ നിങ്ങളുടെ കയ്യിൽ ആരും കാശില്ലാതെ നിങ്ങൾ കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. അത് ഒരു രസം. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അതൊരു വല്ലാത്ത മൈൻഡ് സെറ്റ്. കാരണം ഞാൻ അങ്ങനെയാണെങ്കിൽ വല്ലതും ചെയ്തു കളയും, മനസ്സിലായി. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോവരുതേ, അതിനുവേണ്ടിയാണ് ഇത്ര എഫേർട്ട് ഇടുന്നത്. എനിക്കത് ഒരിക്കലും ഒരു അക്സെപ്റ്റബിൾ സാധനമായിരിക്കില്ല. അപ്പം ഞാൻ ചിലപ്പോൾ സ്വിഗ്ഗി ഓടാൻ പോകും ആ സമയത്ത്, മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും വെറുതെ ഇരുന്ന് പട്ടിണി കിടക്കില്ല. അതായത് ഇത് മതി കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലിൽ ചിന്തിക്കുകയില്ല. അപ്പൊ എനിക്ക് തോന്നി അത് ഒരു എന്തോ ഓവർ മടിയോ അതായത് പണിയെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അതിന്റെക്കാട്ടി കൂടുതൽ വേണ്ട, പ്രയോറിറ്റി കൊടുക്കുന്നത് സുഖമായിരിക്കാന്നുള്ളതിലാണ്. പട്ടിണി കിടന്നാലും പണിയെടുക്കണ്ട എന്നുള്ളൊരു മടി. എനിക്ക് പ്രസ്തുത സമയം ഇത് നമ്മൾ അങ്ങനെ കഴിക്കേണ്ടതുണ്ടോ? എനിക്ക് നീ ഇല്ല തോന്നുന്നു, അതുകൊണ്ടാ. നീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അനുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാണല്ലേ കഴിച്ചേനെ. നമുക്ക് ഫണ്ടിങ് വരുന്നുണ്ട് പല സ്ഥലത്തുനിന്നും. മറ്റേ വിവേക് ഒബ്രോയ് പറയുന്ന പോലെ ഫണ്ട് വരും, മധുരേന്ന് ഫണ്ട് വരും. ജോണിന്റെ വൈഫ് മധുരേന്ന് ഫണ്ട് അയക്കും, മഹാദേവന് ആരെങ്കിലും ഫണ്ട് കൊടുക്കും, എന്റെ ചേട്ടൻ ചിലപ്പോൾ പൈസ ഇടും, റിൻഷാദിന് ആരെങ്കിലും കാശ് കൊടുക്കും. ഇതിലാണല്ലോ നമ്മൾ ഓടുന്നത്. ഇല്ല, ഓവർലി എനിക്ക് തോന്നിയിട്ടുണ്ട് അനീസിക്ക ഇപ്പൊ ജോലി കിട്ടിയത് വളരെ ചില്ലായിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സമയം അത്ര നല്ല സമയമല്ല അല്ലേ? ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ പറയുന്നതല്ല ഇതും കടന്നു പോകും. അവർ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കമന്റ് ചെയ്യുന്നതാ, നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് എന്ത് നിർത്തിയാലും പോഡ്കാസ്റ്റ് നിർത്തൂലെന്ന് തോന്നുന്നു. ഇല്ല, ആരെങ്കിലും ഞാൻ ചെയ്യും. അനീസ് ഇങ്ങനെ കറങ്ങിയിട്ട് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യും. ഇവിടെ നമുക്ക് ഡബിൾ റോൾ പോലെ ചെയ്യാം. ഞാൻ 2 കോസ്റ്റ്യൂം മാറി അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടില്ല, ഒരു ദിവസം ചെയ്യുന്നല്ലേ. ഞാൻ തന്നെ 2 സാധനം ചെയ്യാം. ചിലപ്പോ ഒരു 150ാമത്തെ എപ്പിസോഡ് അല്ല, മഹേഷ് മയിൽ എന്തൊക്കെ കാണണം ഇവിടെ കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഒരു ദിവസം. ആ കണ്ണാടിയിൽ മഹേഷേട്ടനും ക്യാമറയും. ശരി, ഒരു കണ്ണാടി ഇവിടെ വെച്ചിട്ട് റിഫ്ലക്ഷൻ എടുക്കണം മഹേഷേട്ടൻ അവിടെ നിന്ന് വീഡിയോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അനീസിക്കയ്ക്ക് ധൈര്യം വരുന്നത് എവിടെ നിന്നാണ്? അതായത് ഈ ഒരു അവസ്ഥയിൽ ഇത്ര സെക്യൂർ സേഫ് ജോലി എനിക്ക് അറ്റ്ലീസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്നാലും എന്ത് ചെയ്യും അല്ലേ? ഞാൻ ഒരു 1-2 വർഷം വെറുതെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ജോലിയിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു ശമ്പളം കിട്ടേണ്ട ഒരു സുഖമുണ്ട്, പിന്നെ അതിന്റെ ഒരു മനസമാധാനം ഉണ്ടല്ലോ. അതായത് നമ്മള് കാശ് കിട്ടാൻ നമുക്ക് തോന്നില്ല, നമ്മൾ എങ്ങോട്ടോ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ള ധൈര്യം എവിടെ നിന്നാണ്? സാധാരണ ആൾക്കാർ ജോലി ക്വിറ്റ് ചെയ്യുമ്പോൾ അല്ല, ഇത് സാധാരണ ആൾക്കാർ ജോലി കിട്ടണ ചിലപ്പോൾ ഒരു നല്ല കാര്യം നടക്കുമ്പോഴാണ്. പെട്ടെന്നൊരു കരിയർ കയറി വരുമ്പം അവർ ജോലി ക്വിറ്റ് ചെയ്ത് ഇതിലോട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി അവർക്ക് ജോലിയുടെ ആവശ്യമില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ഈ നടക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്താണ്? ഇത് തന്നെയാണ് എന്റെ തോട്ട് പ്രോസസ്. അതായത് ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് മനസ്സിലായില്ലേ? കരിയറിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നമ്മൾ ജോലി വിടുന്നത്. എനിക്ക് 2022 നമ്മൾ കണ്ടന്റ് വർക്ക് ചെയ്തുകൊണ്ട് അത്രയൊന്നും ഇപ്പൊ കണ്ടന്റ് വർക്ക് ചെയ്യുന്നത്, അന്ന് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതെ, ഞാനും ആക്ച്വലി കണ്ടന്റ് വർക്ക് ചെയ്യുന്നത് ജോലിക്ക് പോകുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ പറയും എനിക്ക് ഫ്രീ ആയിട്ട് ഇരുന്നാലേ എഴുതാൻ പറ്റും. സ്ട്രെസ്സിന്റെ ജോലിയുടെ സ്ട്രെസ് കഴിഞ്ഞ് അല്ല, ഏറ്റവും നല്ലത് നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യും ഇതിലേക്ക്. എന്താന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റ് ആയി ആ പണിയൊന്നും നിർത്താലോ എന്നുള്ള മൈൻഡിൽ നമ്മൾ നല്ലപോലെ പുതിയ ഐഡിയകൾ വരുന്നത് ജോലി ഉള്ളപ്പോഴായിരിക്കും. ഞാൻ ആലോചിച്ചിട്ടൊന്നുമല്ല ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് വേണ്ട, എനിക്ക് ജോലി പേടിയില്ല നാളെ ഒരു അവസ്ഥയില്. അല്ല, അത് പണ്ടും അങ്ങനെയുള്ള പേടികളൊന്നും ഇല്ല. നമ്മള് ജനറൽ പേടികൾ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഇപ്പൊ വണ്ടി ഇടിക്കാമെന്നുള്ള പേടി, അങ്ങനത്തെ പേടികളുള്ളൂ. അല്ലാതെ ലൈഫ് എന്താകും, പട്ടിണി കിടക്കേണ്ടി. കാരണം ഇതിന്റെ ഒക്കെ വേഴ്സ് ചെയ്യുന്ന ഞാൻ കയറി വന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ടോപ്പിക്ക് എച്ചിത്തരത്തിലോട്ട് ലിങ്ക് ചെയ്യുന്നത് കാണിക്കുന്ന ഈ എച്ചിത്തരം വരുന്ന ഈ ഒരു പേടി എന്നാണല്ലോ. നമുക്ക് നാളെ എന്നുള്ള പേടിയാണ് നമ്മളെ ഇത് കൂട്ടി വെക്കാനുള്ള ഒരു സാധനം അതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ പേരൻസും അവരുടെ കാര്യത്തിലൊട്ടും ചെലവാക്കാത്തത് അവര്
നമ്മുടെ ഫ്യൂച്ചറിൽ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ആസ് കമ്പയർ ടു അവരുടെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നാളെ നമുക്ക് എന്തെങ്കിലും തരണം എന്നുള്ളൊരു ആസ്പെക്റ്റിലാണല്ലോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ കാണിക്കുന്ന എച്ചിത്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാളെ ജോലി ക്വിറ്റ് ചെയ്യണമല്ലോ, അതിനുവേണ്ടിയാണ് നീ ചെയ്യുന്നത്. നാളത്തെ ഒരു പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ട് എനിക്ക് പലരും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ MBA കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ പറയും ഞാൻ ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അവരത്രയും കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരിറങ്ങൂല. മനസ്സിലല്ല അവിടെ പേടി കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അതായത് ഈ കാശ് നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ട ഇത്, അതായത് സേവിങ്സ് എന്ന് പറയുന്നത് എത്ര വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റ് ഇല്ല. ഇന്നിപ്പോൾ ഒരു സംഭവം ഒരാളൊന്ന് വെറുതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ കഴിഞ്ഞു. ഒരാളുടെ ഫുൾ സാമ്പത്തിക, അതായത് സേവ് ചെയ്ത് വെച്ചുണ്ടാക്കി എന്ന് പറയുന്ന സാധനം പൊട്ടിപ്പൊളിയാൻ ഇന്നത്തെ ഒരു ചെറിയ ഹോസ്പിറ്റൽ, ചെറുതല്ല, സാമാന്യം ഭേദപ്പെട്ട ഒരു ഹോസ്പിറ്റൽ കാണിക്കണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? ഇച്ചിത്തരത്തിന്റെ അല്ല ഞാൻ പറഞ്ഞ മൈൻഡ് സെറ്റിന്റെ കാര്യം. ഇത് ഒരിക്കലും നമ്മൾ ഫ്രീ ആവില്ല. ഈ സാധനം നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ അത് എത്ര കാശ് വന്നാലും സോൾവ് ആവുന്ന ഒരു പ്രോബ്ലം അല്ല. നെവർ ബി ഇനഫ് എന്ന് പറയൂലേ, ആ ഒരു ലോകത്തിൽ. അതുകൊണ്ട് തന്നെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ലെന്ന് വിശ്വസിച്ച് പൈസ ചെലവായിക്കൊണ്ടിരുന്നോളാം. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ചെലവാക്കാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൂട്ടി വെക്കാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ റിട്ടയർ ചെയ്തപ്പോ നിങ്ങൾക്ക് ഒരു PF പെൻഷൻ സാധനം വന്നിട്ടില്ല, അത് നിങ്ങൾ പെട്ടെന്ന് ചെലവാക്കി. ഒന്ന് അതിന് ചെറിയ എമൗണ്ട് വരത്തില്ല. എനിക്ക് 10 വർഷം സർവീസേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചെറിയ എമൗണ്ട് വരത്തില്ല. ഓൾറെഡി അത് വീടിന്റെ രീതിയിൽ ഞാൻ കടം വാങ്ങി ചെലവാക്കി കഴിഞ്ഞ സാധനം വീട്ടിലെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെലവാക്കില്ല. ഞാനായിരുന്നെങ്കിൽ എനിക്കിതൊരു 10 മാസം നിൽക്കേണ്ടതാണല്ലോ. പക്ഷെ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണല്ലോ. അല്ല, ഞാനത് മുന്നേയും, അതായത് ഈ അനിശ്ചിതത്വം ഇല്ലാത്ത സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ജോലി ഉള്ളപ്പോഴും ഞാനങ്ങനെ കൂട്ടിവെക്കുന്ന വരില്ല. എനിക്ക് ഇത്ര സർവീസ് ഉണ്ടെങ്കിൽ എനിക്ക് സേവിങ്സ് ഇല്ല. ഞാനത് അതാത് സമയത്ത് കറക്റ്റായിട്ട് ചിലവാക്കിയിട്ടുണ്ട് ചുറ്റുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, എനിക്ക് ചുറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാനത് ഡ്രസ്സ് വാങ്ങിക്കണല്ലേ, അബുവിന്റെ അനാസിക്കയുടെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തിനാ വാങ്ങിക്കുന്ന ചോദ്യം ശരിക്കും അവിടെ ഇപ്പൊ എച്ചിത്തരം എന്നൊക്കെ പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ അത് നിന്റെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈലാണ്, ഒരു ഈസി ലൈഫ് സ്റ്റൈൽ. പക്ഷെ നിങ്ങളിപ്പോ സിനിമയുടെ കാര്യത്തിലൊക്കെ ചെലവാക്കും. ഞാൻ സിനിമ കാണാൻ പൈസ ഇഷ്ടം എല്ലാ സിനിമയും കാണും. ഫസ്റ്റ് ടൈം മിക്കവാറും പടങ്ങളും കാണും. നിങ്ങളിപ്പോ ഒരു സിനിമ മോശമാണെങ്കിലും അതിൽ നിങ്ങൾ ചിന്തിക്കില്ല പൈസയാണ് ഇഷ്യൂ എന്നുള്ള. ഇപ്പൊ നിങ്ങളൊരു സിനിമ ചെറിയ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് മോശം റിവ്യൂ അടിച്ചാലും നിങ്ങൾ പോയി കാണുമല്ലോ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ 200 കപ്പലിന്റെ കഥ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായ ഒരു സാധനം കണ്ടെത്തി. ഞങ്ങള് സൂക്ഷ്മദർശിനി കാണാൻ പോയിട്ട് ശരിക്കും രചിച്ചിട്ടാണ്. അതായത് PVR നമ്മൾ പോകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞ സീറ്റിന്റെ അടിയിൽ സീറ്റിന്റെ അടിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. PVR 2 തരത്തിൽ രചിച്ചിട്ടുണ്ട്. രണ്ടും ഞാൻ പറയാം. അതായത് നമ്മൾ പട്ടിണി കിടക്കുന്നത്, ഞങ്ങൾ പോകുമ്പോൾ ഞാനും ഇവനും ജോണും സൂക്ഷ്മദർശിനി കാണാൻ പോയി. ലക്കിലി റിൻഷാദും അലക്സും നമ്മുടെ അടുത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നു. അതോടെ എനിക്ക് മനസ്സിലായി ഇത് നന്നാവാൻ പോണില്ല, ഇത് മുടിയാന്ന് തന്നെ പോണേ. ഇവര് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തതാ, ഞങ്ങൾ തലേ ദിവസം എടുത്തതാ. നമ്മൾ തമ്മിൽ ഇവിടെ എടുക്കുന്നത് സ്പോട്ട് റൈറ്റ് 11, 12, 13, 14 സീറ്റിൽ നമ്മൾ വന്നു. M11, 12, 13, 14 എങ്ങനെയോ വന്നു. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയെന്നുള്ള ഒരു ഇൻഫർമേഷനിലാണല്ലോ ഇവര് ടിക്കറ്റ് എടുത്തത്. പക്ഷേ സീറ്റ് നമ്പർ പറഞ്ഞിട്ടില്ല. പക്ഷേ കറക്റ്റ് സ്ഥലത്ത് വന്നു. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഇവർ രാവിലെ പടത്തിന് പോകാൻ വേണ്ടി പട്ടിണി കിടന്ന റിൻഷാദ് വന്നേക്കുന്നത്. റിൻഷാന് വിശന്നിട്ട് വയ്യ. അപ്പൊ റിൻഷാനെ ഞങ്ങൾക്ക് ആശയം, റിൻഷാ നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം. PVR വിശക്കുന്നു പറഞ്ഞാൽ ജീവിതം തൊലഞ്ഞു അതിന്റെ അർത്ഥം. കാരണം PVR വിശന്നാൽ നമ്മളൊരു സാധനം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ 400 രൂപ പോകും. അവിടെ ഏറ്റവും തിരക്കാ വെള്ളത്തിന്റെ അവിടെയാ വെള്ളം കൊടുക്കുന്നത്. ബാത്റൂമിന് വൃത്തിയൊക്കെ നോക്കുന്നത്. ബാത്റൂമിനെ ഫ്രണ്ടിൽ ഞാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന കൂളറിൽ നിന്ന് ആ വെള്ളം കുടിക്കുന്നത്. PVR പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ഒന്നും കഴിക്കരുത്. കാരണം കഴിക്കാൻ പോയ 500 രൂപ 1000 രൂപയൊക്കെ ചുമ്മാ പോകുന്നത്. ഇതൊക്കെ PVR ഏറ്റവും കൂടുതൽ ലാഭം അതിലാണ്. ഏത് സിനിമ കളക്ട് ചെയ്തതിനെ കാട്ടി കൂടുതൽ PVR പോപ്കോണിലും മറ്റേ നാച്ചോ സെല്ലിങ്ങിലും അവന്മാർ ഇത് പിടിച്ചു പോകുന്നത്. 10,000 പക്ഷെ PVR ഒരു ഹാക്ക് ഉണ്ട്. കാരണം ഇത്രയും വില കുറച്ച് കൂടുതൽ സാധനം വിൽക്കുമ്പോഴേ ഏതെങ്കിലും ഒരു സാധനം നോർമൽ ആൾക്കാർക്ക് അക്സസബിൾ ആയിട്ട് വെക്കണമെന്ന് റൂളുണ്ട്. ഒരു ക്രീം ബൺ കിട്ടും, അത് പ്രകാരം 60 രൂപ അല്ല, ചിലപ്പോൾ അങ്ങനത്തെ സ്നാക്ക് കാണും. അവിടെ 10 രൂപയ്ക്ക് കപ്പലിന് കിട്ടും. റോസ്റ്റഡ് കപ്പലുണ്ട് 10 രൂപയ്ക്ക് കിട്ടും. PVR-ൽ ചെല്ലുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേക ഹാക്ക്, അവരുടെ ഷെയർ പ്രൈസ് ഇടിയും. PVR-ൽ 10 രൂപയുടെ കപ്പലുണ്ട് ഗൈസ്. അവര് ഇത്ര തരുമോ? അത്യാവശ്യം നല്ല ബ്രാൻഡഡ് പാക്കറ്റിൽ റോസ്റ്റഡ് സോൾട്ടഡ് പീനട്ട് കിട്ടും. പക്ഷേ ഈ സാധനം ഡിസ്പ്ലേയിലില്ല. ഒരു പിടിയേ ഉള്ളൂ. പക്ഷെ ഡിസ്പ്ലേയിൽ അത് വെക്കില്ല, പുറത്ത് വെക്കില്ല. പൈസ ഈ പറയുന്ന അവരുടെ വിലവിവര പട്ടികയിൽ ഈ സാധനം ഇല്ല. അകത്ത് അടുക്കളൊക്കെ അകത്ത് വെക്കും. ഇത് മറ്റേ ഡ്രഗ്സ് ഒക്കെ ചോദിക്കണ പോലെ ചോദിക്കണം, ചേട്ടാ മറ്റേ സാധനം ഉണ്ടോ എത്ര ഇല്ല ഇരിക്കുന്നത്. ആ കോൺഫിഡൻസ് ഉള്ളതിനെ കൊടുക്കത്തുള്ളൂ. നമ്മളോട് 4 അപ്പം ചോദിക്കും
പീനട്ട്. അപ്പോൾ ഇത് ആർക്കായിരുന്നു അറിയാവുന്ന ഫസ്റ്റ്? ഒന്ന് അനീസ്. അല്ല, എനിക്കറിയാവുന്ന എന്റെ കൂട്ടുകാരി പറഞ്ഞു തന്നാ, ഇല്ലെങ്കിൽ ഞാനും അറിയത്തില്ല. അവര് PVR ലാണ് വർക്ക് ചെയ്യണം. അല്ല, സ്ഥിരം പോയി കണ്ടുപിടിക്കുന്ന പരിപാടികളാ. അപ്പം ഇതിന്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും വാല്യൂ ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. ഇതിന്റെ ടാസ്ക് എവിടാന്നറിയാമോ? ഇവിടെ എച്ചിത്തര എന്നുള്ള സാധനം ബിൽഡ് ചെയ്യണം നമ്മള്. ഈ 1000 രൂപ ബില്ല് പേ ചെയ്യാൻ ഒരു ക്യൂ ഉണ്ടാവും ഇവിടെ. അവിടെ സൈഡിൽ കൂടെ പോയിട്ട് ചോദിക്കണം, ചേട്ടാ പീനട്ട് ഉണ്ടോന്ന്. അപ്പൊ ഇത്രയും പേര് നമ്മളെ നോക്കും. ഇവരുടെയൊക്കെ ബില്ല് 470, 970. എന്താ ഒരു പോപ്കോൺ, ഒരു പെപ്സി 1000 രൂപ. പീനട്ട് ഉണ്ടോ? അപ്പൊ അതിലേക്ക് ഉണ്ട്. എത്ര? അപ്പൊ 4 അപ്പൊ അകത്ത് നോക്കട്ടെ. അപ്പൊ അയാൾ ഈ കൗണ്ടറിൽ നിന്ന് ഇവരെല്ലാം വിട്ട് ചില കൗണ്ടറിൽ നിന്ന് അകത്ത് അടുക്കളക്കകത്ത് പോകും. എന്നിട്ട് 4 പാക്കറ്റ് കൊണ്ടുവരും. 4 പാക്കറ്റ് കൊണ്ടുവരുന്ന അയാൾ പറയും എത്രയായി? 40 രൂപ. അപ്പൊ ഇത്രയും പേര് ഈ 1000 രൂപ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് പോപ്കോൺ മേടിച്ചേക്കുന്നതാ. ഈ 1000 രൂപ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന നമ്മളെ നോക്കും. അപ്പൊ ഈ 40 രൂപയുടെ പീനട്ട് മാറ്റിട്ട് ഇറങ്ങി വരുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക്. ഒരു ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടും, പ്രത്യേകിച്ച് ഒരു സന്തോഷമല്ലേ? കല്യാണത്തിന് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഫ്രണ്ടിന്റെ കല്യാണത്തിന് നമ്മളും കൂടെ പോയി കഴിക്കുമ്പം നമുക്കൊരു അത് ചിത്രമാണോ? ഫ്രീ ഫുഡ് കഴിക്കാൻ പോകുന്ന ചിത്രമാണോ? അല്ലല്ല, പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് ഫ്രീ ഫുഡ് കഴിക്കാൻ പോകത്തില്ല. അത് നീ പോയിട്ടുണ്ടോ? എനിക്ക് ഫ്രീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? വിളിക്കാത്ത കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാവുന്ന ഒരാളുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയല്ലെന്ന് ഒരു പരിചയമില്ല. നമ്മുടെ കോളേജിൽ എനിക്ക് അത്ര ധൈര്യമില്ല. എനിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അത് ചിത്രമാണോ? എച്ചിത്തരാണ്. ഒരു കല്യാണം നടത്തി കഴിയുമ്പോൾ നിനക്ക് തോന്നും അത് എച്ചിത്തരാണ്. ഞാൻ നടത്താനും പോകുന്നില്ല. പക്ഷെ നിങ്ങളപ്പൊ ചിന്തിക്കുന്നത് എന്താ? ഇത്രയും ചെലവില്ലേ ഒരു 4 പേരുടെ കൂടെ? അത് 10 ലക്ഷം രൂപ മുടക്കി അവർ ചോറ് കൊടുക്കും നാട്ടുകാർക്ക് മൊത്തം. അത് അവരെ കുറ്റം പറയുന്ന എത്രയോ ആൾക്കാർ വരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കിയും സാധനം കൊണ്ട് കളയും ചെയ്യും. അപ്പൊ നമ്മൾ 10 പിള്ളേർ പോയി കഴിക്കുന്ന എന്താ തെറ്റെന്ന് അങ്ങനെ ഒരു 100 പിള്ളേർ വിചാരിച്ച് എന്ത് കഴക്കൂട്ടത്ത് സംഭവിച്ചത്. കഴക്കൂട്ടത്ത് രാഗ ഓഡിറ്റോറിയം, ടെക്നോ പാർക്കിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം എല്ലാവരുടെയും സ്പോട്ടാണ് രാഗ ഓഡിറ്റോറിയം. അൽസാജി കയറാൻ പറ്റത്തില്ല, രാഗത്തിൽ കയറാൻ പറ്റും. അപ്പോൾ ആൾക്കാർ ടെക്നോ പാർക്കിൽ നിന്നും ക്യാമ്പസിൽ നിന്നും CET നിന്ന് വരെ ചിലപ്പോൾ ആൾക്കാർ പിള്ളേർ വരും ഡ്രസ്സപ്പ് ചെയ്ത് രാഗത്തിൽ കഴിക്കാൻ വരും. അവസാനം രാഗത്തിൽ ഫുഡ് തികയാതായി. രാഗത്തിൽ കല്യാണ പാർട്ടിക്ക് ഫുഡ് തികയാതെയായി. അപ്പോൾ അവസാനം നമുക്ക് അവർക്ക് മനസ്സിലായി ആൾക്കാർ കയറുന്ന IT ഹബ്ബാണ്, കോളേജിന്റെ കേന്ദ്രമാണെന്ന്. പിന്നെ കല്യാണ കാർഡ് നോക്കാൻ തുടങ്ങി. അടിയായി, പോലീസ് കേസായി. അവിടെ രാഗം ഭയങ്കര പ്രശ്നമാണ്. ഇത് ഏത് ലെവൽ ചിത്രം? അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് കല്യാണക്കുറി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇത് വിളിച്ച ഒരാളുടെ അടുത്ത് നമ്മള് ചേട്ടാ കുറി കാണിക്കുന്നു പറഞ്ഞ ആളെ ഇൻസൾട്ട് ചെയ്തു. ഇപ്പൊ നിർബന്ധമായിട്ട് വിളിക്കുമ്പോ കൊടുത്തിട്ട് പറയും ഇതും കൊണ്ട് വരണോന്ന് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ അവിടെ ഫുഡ് അല്ല, സത്യം പറഞ്ഞതാ. അപ്പൊ ഈ പറഞ്ഞ എനിക്കറിയില്ല ഇത് ഏതാണ്. ഈ പറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ ബിസിനസിനെ ബാധിക്കില്ലേ? അവിടെ വെക്കേണ്ട, അവിടെ വെച്ച് കഴിഞ്ഞാൽ IT പാർക്കുള്ള എല്ലാവരും വന്ന് തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള കഴക്കൂട്ടത്തുള്ള അൽസാജ് രാഘവ അല്ലെ പിന്നെ അവരോട് വെക്കും. അങ്ങനെ ഒരു സാധനമില്ലേ? അവർക്കാണ് സിറ്റി കൊണ്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ ഇതിലും വേറെ സിറ്റി കൊണ്ട് വെക്കുന്നല്ലടാ. അല്ല, ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഷോ ഓഫ് സംഭവമാണ്. അതെ, അത് അല്പതരത്തിൽ വരുമ്പോഴാണ്. അതാണ് അല്പതരം, മനസ്സിലായില്ലേ? ഒരു സാധനം ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം ജനറലി കല്യാണത്തിന് ഇത്രയും കാശ് ചെലവാക്കുമല്ലേ? വരട്ടെ, വന്ന് കഴിക്കട്ടെ വരില്ല. പക്ഷെ എനിക്ക് അല്ല, അത് എപ്പോഴും പറയടാ. നമ്മളിപ്പോ 600 ആളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 700-750 ആൾക്കുള്ള ഫുഡായിരിക്കും പറയാ. എന്നിട്ട് അതിലൊരു 50 എണ്ണം കൂടുതൽ ഈ കാറ്ററിംഗുകാരും വെക്കും. എന്നിട്ട് തികയാണ്ട് വരാന്ന് പറയുമ്പോ അമ്മാതിരി കയറണം. അതായത് ഇവര് ചില സമയത്തൊക്കെ പ്ലാൻ ചെയ്ത് പിള്ളേർ പോകും. എന്നിട്ട് കല്യാണം ഹാളിൽ ചെന്നിട്ട് ബുക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് അവന് രജിസ്റ്റർ മറിക്കുമ്പോ ഈ ഡേറ്റിലുള്ള കല്യാണം മൊത്തം നോക്കി വെക്കും. എന്നിട്ട് ആ ഡേറ്റിൽ ഡ്രസ്സപ്പ് ചെയ്ത് അതനുസരിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് വരും. നല്ല കല്യാണങ്ങളൊക്കെ അവിടെയാണ് ഡ്രസ്സപ്പ് ചെയ്യണതിന്റെ കാര്യം, മനസ്സിലായോ? അവിടെ നീ കീറി വേണ്ടിട്ട് പോകാൻ പറ്റില്ല. അവിടെ ഞാൻ എന്നെ എന്തായാലും പിടിക്കാൻ. കോസ്റ്റ്യൂം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഫ്രീ ഫുഡ് കിട്ടുമ്പം ഞാൻ ലിമിറ്റുകൾ മറന്നാണ് കഴിക്കുന്നത്. കാരണം ഞാനാണെങ്കിൽ ഉച്ചയ്ക്കാണ് ഫ്രീ ഫുഡ് കിട്ടണമെങ്കിൽ ഞാൻ രാത്രിയത്തെ ഫുഡും കൂടെ ലാഭിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇറങ്ങും. അല്ലേ? എനിക്ക് ആ ഒരു സാധനമുണ്ട്. ഇനി എനിക്ക് രാത്രി വിശന്നിട്ട് കാശ് കൊടുത്ത് കഴിക്കേണ്ടി വന്ന അപ്പോൾ കുറ്റം തോന്നില്ല. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് കിട്ടണ മൊത്തം കഴിക്കും. രാത്രി വിശന്നാലും പട്ടിണിയിരിക്കും. ഉച്ചയ്ക്ക് അത്ര ഹെവി ഡോസേജ് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എങ്ങനെ പോയാലും കല്യാണത്തിന് പോയാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ ബുഫേ സാധനങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കുറെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതായത് ഒരുപാട് എനിക്ക് ഓപ്ഷനുകൾ കുറെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന വിഷമം അതാണ്. ഇനി എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് വിശക്കുമ്പോൾ ഇനി കുറ്റബോധം അടിക്കുമല്ലോ, കളഞ്ഞല്ലോ അത് കഴിക്കാനെന്നുള്ള. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് വിശക്കണ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അല്ലാണ്ട് അതും
കുറെ സാധനങ്ങൾ വേണ്ട, ഏതെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു ഭാവിയിലോട്ടുള്ള പേടിയാണ് അല്ലേ? എന്ത് ഭാവിയിൽ ഇനി ഭക്ഷണം കിട്ടിയില്ലല്ലോ. ഇതാണ് അതല്ല, അത് നമ്മുടെ മനുഷ്യന് എവല്യൂഷനിൽ വന്നൊരു സംഭവം എന്നാ പറയണത്. മനുഷ്യന്റെ ഈ ആക്രാന്തം, കുറെ തീറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ ഹണ്ട് ചെയ്ത് തിന്നുക അല്ലെങ്കിൽ ഗ്യാദർ ചെയ്ത് തിന്നുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ കിട്ടുന്നുള്ളൂ, ഇനി കിട്ടുമെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മൾ കുറെ തിന്നിട്ടാണ് നമ്മുടെ പരിണാമത്തിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഷുഗർ ഒക്കെ കഴിക്കുന്നത്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവലിന് സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡോപ്പമിൻ വരുന്നത്. ഷുഗർ, കാലറി ഡെൻസ്, ഓയിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡോപ്പമിൻ വരുന്നത് അത് കുറെ നേരം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാരണമാണ്. അപ്പൊ അത് ആ ചിത്രം നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് വെള്ളം കുടിക്കുമ്പം ഇപ്പൊ PVR പോയി വെള്ളം കുടിക്കുമ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും ദാഹത്തിന്റെ കട്ടി. കാരണം അവരെ സിസ്റ്റം നമ്മൾ ഗെയിം ചെയ്യുന്ന ഒരു സാധനം പോലെയാണ് അല്ലേ? ഇപ്പൊ സ്വിഗ്ഗിയിലൊരു സാധനം ഓഫറിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം കിട്ടൂല. കാരണം നമുക്ക് എന്തോ ഈ ഒരു ക്യാപിറ്റലിസം ഗെയിമില് നമ്മളെന്തോ അവരെ ചെയ്യുന്നില്ല. പക്ഷെ ഈ തിയേറ്ററിൽ ഈ സംഭവമൊക്കെ ഭയങ്കര അതിലൊരു റെഗുലേഷൻ എന്തെങ്കിലും വരേണ്ടതല്ലേ അല്ലേ? ഇത് തമിഴ്നാടിലാണെങ്കിൽ ഇതേപോലെ ആദ്യത്തെ 2 റോ സീറ്റ് 10 രൂപയ്ക്ക് വിൽക്കും. ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു കാപ്പി മേടിച്ചു കുടിക്കാൻ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സമയത്ത് ഒരു 10 രൂപയുടെ കാപ്പി ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത്. അതിപ്പോ ഫ്ലൈറ്റും എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഫ്ലൈറ്റ് അല്ല, ഇതൊക്കെ മാറണം. മനുഷ്യന്മാര് സാധാരണക്കാരായ ആൾക്കാർക്ക് അല്ല, അതായത് കോർപ്പറേറ്റ് ഒരു സെറ്റപ്പിൽ ചിന്തിക്കുന്ന സാധാരണക്കാർ വേണ്ട അവിടെ. PVR മറ്റേ കടയിൽ പോയിട്ട് മറ്റേ അതായത് നല്ല ചെലവാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യന്മാര് മാത്രം ജീവിച്ചാൽ. ഞാനിനി PVR പോവാണെങ്കിൽ റോസ്റ്റഡ് പീനട്ട് മേടിക്കും. കാരണം അവര് നിർത്തും. എല്ലാവർക്കും നിർത്താൻ പറ്റത്തില്ല. ചോക്ക് തീർന്നു പറയാം, സാധനം തീർന്നു എന്ന് പറയത്തേ ഉള്ളൂ. അല്ലാതെ അത് പരിപാടി നിർത്താൻ പറ്റത്തില്ല. പക്ഷെ അവർ എന്നും എല്ലാ ദിവസവും ആർക്കെങ്കിലും കുറച്ചത് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടോ? അതാ അവർ സാധനം സെർവ് ചെയ്തേ പറ്റത്തുള്ളൂ. മസ്റ്റാണത്. മസ്റ്റാണോ? കാരണം സാധാരണക്കാർക്ക് ഈ പറയുന്ന ഇത് ചോദ്യത്തിൽ നിന്ന് വന്ന ആൻസർ ആണ് ഇവിടെ. ആരും നിർദ്ദേശം പ്രകാരം അങ്ങനെ ചെയ്തത്. ഏറ്റവും സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളത്. മറ്റേ ഞാൻ ആ കടയിൽ പോയി ഇന്ന് കോഫി ഉണ്ട്, അവന് എന്നെ നോക്കിയിട്ട് 400 രൂപ കോഫി ഇരുന്നു. 400 രൂപ കോഫിക്ക് കോഫി ഇല്ല. അതായത് നിന്നെ കൊണ്ട് 400 രൂപ കോഫി ഇട്ടല്ല അവൻ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. എന്നെ കണ്ടാറേ, ഞാൻ എന്റെ ഡ്രസ്സിങ് അങ്ങനെയാണല്ലോ. കോഫിക്ക് 400 രൂപ കേട്ടോ, മറ്റേ ചൂടുള്ള കോഫി അല്ല, തണുത്ത കോഫി ഏതാ എനിക്കത് മനസ്സിലാകുന്ന പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 400 രൂപ കോഫി. ഭയങ്കര ഇത് റോൾസ് റോയ്സിന്റെ മറ്റേ വലിയ ഷോറൂമിന്റെ കഥകളൊക്കെ പറയില്ലേ? അപ്പൊ ഞാനിങ്ങനെ ആര് പറഞ്ഞടാ എനിക്ക് 400 ഐസ്ഡ് കോഫി. അപ്പൊ ഞാൻ തോന്നുമ്പോഴത്തേക്കും 10 രൂപ 4 ലോട്ട്. ഞാൻ അല്ല വേണ്ട, ഞാൻ പീനട്ട് വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചിട്ട് 4 പീനട്ട്. എച്ചിത്തരം ഒരിക്കലും എന്നെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പക്ഷെ എച്ചിത്തരം കുറെ രീതികളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പം ജിമ്മിൽ പോകുന്ന കാര്യം ഞാനാണെങ്കിൽ ആദ്യം പോയി കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരണ ജിമ്മടിയാണ്. കാരണം എന്താ വെച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്വാളിറ്റി. അവൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കും. ആ ജിമ്മ് ഞാനാണെങ്കിൽ പേഴ്സണൽ ട്രെയിനറിനെ തന്നെ വെച്ചിരിക്കുന്നത് മുതലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മുതലാക്കൽ, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും ഫിറ്റ് ആവണം എന്നുള്ളതല്ല, എൻ്റെ കാശ് നഷ്ടമാവുമല്ലോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഓടണം. ഈ ഡയറ്റിങ്ങും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കാശ് ലാഭിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഞാനാണ്. അപ്പൊ സ്വിഗ്ഗി ഇതൊക്കെ ഓർഡർ അല്ല, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കള്ളുടിയും സിഗരറ്റിലേക്ക് നിർത്തിയപ്പോ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ല? ഒരു ട്രിപ്പിലായിരിക്കും. വെള്ളമടി നിർത്തിയതിനു ശേഷം എനിക്ക് നല്ല ലാഭമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്നില്ലേ, അപ്പോ തിയേറ്ററിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഇപ്പോഴും ഓർമ്മ വന്നതാണ്. നമ്മുടെ ഹോസ്റ്റലിലെ പയ്യന്മാരിൽ ഒരുത്തൻ, അവന് ഇടയ്ക്കിടയ്ക്ക് കുറെ സിനിമകൾ കാണുന്നവര്, അതായത് വെക്കേഷൻ അല്ല എക്സാം എടുത്തിട്ടില്ല, എൻ്റെ നമ്മൾ ഫ്രീ ടൈം ഓടുമല്ലോ. അപ്പൊ ആ സമയത്ത് ഓടി നിന്ന് സിനിമ കാണും, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നല്ല പഠിക്കുകയും ചെയ്യുന്നു ചേർക്കണം. അപ്പം വീക്കെൻഡ് ഒക്കെ ആകുമ്പം സൺഡേ ഒക്കെ അവൻ 2-3 സിനിമ ഒരുമിച്ച് കാണും. എൻ്റെ ഒരു രീതിയിൽ അവനും പടം കാണുന്ന ആളാണ്. അപ്പോൾ അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ ഇഡ്ഡലി പൊതിഞ്ഞെടുത്തോണ്ട് തിയേറ്ററിൽ പോകുമായിരുന്നു. എന്നിട്ട് തിയേറ്ററിൽ ഇൻ്റർവെല്ലിൽ ഇരുന്ന് ഇഡ്ഡലി തിന്നും. അവനൊക്കെ കൂട്ടുകാരന്മാരെ പിള്ളേർ കളിയാക്കുമായിരുന്നു, വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. ഞാനും ചിലപ്പോൾ ചില എച്ചിത്തരങ്ങളൊന്നും ആൾക്കാർ അറിയരുതെന്ന് വിചാരിക്കാറുണ്ട്. കാരണം നമ്മുടെ ഇമേജ് ഇടിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണല്ലേ, അത് സുഖമായിട്ട് ചെലവാക്കാൻ പറ്റിയില്ല. ട്രാവലിങ്ങിൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആരിഫ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റ് കുറച്ച് വ്യത്യാസം. പുള്ളിക്കാരൻ കാശുണ്ടാക്കുന്ന ചിലവാക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുന്ന ചിലവാക്കുമ്പോൾ പുള്ളിയുടെ പോകുമ്പോൾ നമുക്ക് പുള്ളിയുടെ കാശ് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കാശ് കൂടുതലുണ്ടാക്കി ചിലവാക്കുക എന്നുള്ളതാണ്. അത് ചിലരുണ്ട്, അതായത് ഉള്ള കാശ് കൊണ്ട് ജീവിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ നല്ല പോലെ ജീവിക്കാൻ കാശ് ഉണ്ടാക്കുക എന്നുള്ളത്. അതെ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു രീതി. അല്ല, അധ്വാനിക്കാൻ കഴിവുള്ളവന്റെ മൈൻഡ് സെറ്റ് അതായിരിക്കും.
മടിയന്മാർക്ക് ഒരിക്കലും മൈൻഡ് സെറ്റ് വരില്ല, ഉള്ള കാശ് കൊണ്ട്. അല്ല, അത് നല്ല അധ്വാനിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ? അതെ അതെ. അല്ല, അത് അവരെങ്ങനെയാ കാണുന്നത്, അതായത് അവൻ അധ്വാനിക്കാനുള്ള എന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതാ. അതായത് നല്ലപോലെ ജീവിക്കണം, എനിക്ക് മിനിമൽ സാധനത്തിലല്ല ജീവിക്കണ്ടേ, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതിന് കാശ് ആവശ്യം എന്നുള്ള. ഞാനൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും കാശിൽ എങ്ങനെ മാക്സിമം നല്ലപോലെ ജീവിക്കാം, അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് ചാവാൻ വേണ്ടി എങ്ങനെ കാശ് ചെലവാക്കാം. ഈ മിഡിൽ ക്ലാസ്സിന് അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവർക്ക് സേവ് ചെയ്യാനും പറ്റത്തില്ല, നന്നായിട്ട് ജീവിക്കാനും പറ്റത്തില്ല. സേവ് ചെയ്യാനൊക്കെ പറ്റും. ഇല്ല, നമ്മളിപ്പോൾ ഒരു 30 തൊട്ട് 40,000 പെർ മന്ത് ഉള്ള ഒരു സാലറിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ചിലവിൽ തന്നെ തീരൂലേ. അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു, എനിക്കാണ് കൊച്ചിയിൽ എനിക്കറിയാവുന്ന പല ആൾക്കാരും അതിൽ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെക്കാട്ടി കൂടുതൽ പോയാലും ഒരു സേവിങ്സ് വന്ന് പിന്നെ നമുക്ക് കുറച്ച് നാൾ ക്വിറ്റ് ചെയ്ത്. പക്ഷെ ആൾക്കാർ ക്വിറ്റ് ചെയ്യണതും ശരിയാണ്, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരത്തെ എനിക്ക് ക്വിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരു ധൈര്യം എനിക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. അത് ഒരു നേരത്തെ ഞാൻ എക്സ്പീരിയൻസ് വന്നു, ഈ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി തിരിച്ച് കയറിയുണ്ടായ എക്സ്പീരിയൻസ്. ചൂടുവെള്ളത്തിൽ ചാടി പൂച്ചാ, അല്ലെങ്കിൽ നീ വീണ്ടും ചാടണം നിൽക്കത്തുള്ളായിരുന്നു. അന്ന് ക്വിറ്റ് ചെയ്യാതായത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ നീ ഇപ്പൊ ക്വിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു, മടുക്കും. ഇല്ല, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇത് സേവ് ചെയ്യുന്നത്, കുറച്ചുകൂടെ ലാവിഷായിട്ട് ജീവിച്ചൂടെ. പിന്നെ ഞാൻ ചിന്തിക്കുക എവിടെയാണ് ലാവിഷ് ആക്കേണ്ടത്. ഇതേപോലെ എനിക്കിപ്പം കുറച്ചുകൂടെ ചെലവാക്കുന്നത്. അല്ല, ഞാൻ എപ്പോഴും പറയാ മിനിമൽ ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തു പോകാന്ന് പറയുന്നത് എന്നും സുഖമായിരിക്കും. ഏറ്റവും ഒരു ബേസിക് സാധനത്തിൽ ജീവിക്കാന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതില് കമന്റ് സെക്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മൾ തന്നെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കണ്ടന്റ് ആയിരുന്നത്. ഐ ഓപ്പണിംഗ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നിങ്ങൾ കണ്ട ഏറ്റവും വലിയ എച്ചി ആരാണെന്ന്, അയച്ചിത്തരം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് നോക്കണം. അംബാനി ഏറ്റവും വലിയ എച്ചി, ആകെ 0.01% മോന്റെ കല്യാണം നടത്തിയത്. കാശുണ്ടായിട്ട് നമ്മളൊക്കെ ലോൺ എടുത്ത് കല്യാണം നടത്തി. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരാള് മരിക്കാൻ പോണ മുമ്പേ അയാളാണെങ്കിൽ എല്ലാവർക്കും വിളിച്ച് ഫുഡ് കൊടുത്തു. അത്രയും നാൾ അയാൾ മൊത്തം ഈ കൊള്ളപ്പലിശക്കാരനായിരുന്നു. ഞാൻ വേറൊരു അയാള് മരിക്കണേ, അയാൾക്ക് എന്തോ ഒരു ഡയഗ്നോസിസ് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഫുൾ പാർട്ടി മോഡിലോട്ട് പോയി. അയാൾ ഉണ്ടാക്കിയ കാശ്. എനിക്ക് തോന്നുന്നു അതാണ് നമ്മൾ ഈ എച്ചിത്തരത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേടിയാണ്. അതായത് നാളെ എന്ത് നടക്കും എന്ന് ആർക്കും അറിഞ്ഞൂടാ. ചിലപ്പോൾ നാളെ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പലരും, എനിക്ക് തോന്നുന്നു ഫ്ലഡ് നടന്ന സമയത്ത്, ഉത്തരാഖണ്ഡിൽ എന്തോ ഫ്ലഡ് നടന്ന സമയത്ത് ഇതേപോലെ ഒരാള്, ഇതൊരു സാഡ് സ്റ്റോറിയാണ്, അയാളുടെ കുട്ടിയെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തു. അതായത് ഒരു കുതിരയ്ക്ക് പോകാൻ പറ്റുന്ന വരിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരാൾക്ക് കാശ് കൊടുത്തിട്ടാണ് എങ്ങനെയെങ്കിലും ഇവൻ്റെ ജീവിതം രക്ഷിക്കണം എന്നുള്ള. ഇയാൾ കാശ് കൊടുത്ത് കുട്ടിയെ കളഞ്ഞിട്ട്, പക്ഷെ ഈ 2 പാരൻസ് സർവൈവ് ചെയ്തു. മനസ്സിലായില്ലേ? അതെ. ഈ എച്ചിത്തരം ചെയ്യുന്ന പലരും ഇപ്പൊ എന്റെ പേരൻസിന്റെ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ അവർ പല കാര്യത്തിൽ ചതി. അതെ, അയാൾ കാണുന്ന ചതി വഞ്ചനയാണ് സത്യം. എച്ചിത്തരത്തിന്റെ ചെറിയ വേറെ ഷെയ്ഡുകളാണ് അതൊക്കെ. എനിക്ക് എച്ചിത്തരം ഒട്ടും ഒരു ഈവിൾ സാധനമായിട്ട് തോന്നുന്നില്ല. ഈവിളായിട്ട് ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ഇറാഷണൽ ആയിട്ടുള്ള പേടികളുണ്ട് അല്ലേ? അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ വേറൊരു സാധനം പറഞ്ഞു നോക്കാം. അത് എച്ചിത്തരണോ നോക്കിയോ. അതായത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു, അവന് കള്ളു കുടിക്കാൻ വലിയ ഇഷ്ടമല്ല. അല്ല അവനല്ല, വേറൊരുത്തനാ. അല്ല, അവന് പ്രശ്നമില്ലല്ലോ. അത് ഞങ്ങളുടെ അങ്ങനത്തെ കൂട്ടല്ല. നമ്മൾ അങ്ങനെ കൂടുന്ന സമയത്ത് ഷെയർ ഇട്ട് സാധനം മേടിച്ച്, അപ്പം നമ്മളൊക്കെ ഓരോ ഇതിൽ മൂഡിൽ അടിച്ചു പോകാന്നുള്ളതാണ്. പക്ഷെ ഇവൻ അടിക്കുന്നത് ഞാൻ ഇത്ര രൂപ ഇട്ടല്ലോ, ഇത് മുതലാക്കണം എന്നുള്ള അടിയാണ്. അതായത് അവന്റെ ആവശ്യം, അവൻ ഫിറ്റാണ്, 300 അവനെ കൊണ്ട് പറ്റൂല. പക്ഷെ ഞാൻ 300 രൂപ ഇട്ടല്ലോ പണ്ടാറങ്ങാൻ, ഇത് എച്ചിത്തരത്തി വരില്ലേ? നീ എന്താ പറഞ്ഞ മനുഷ്യൻ ഇറേഷണലാണ്. ഇങ്ങനത്തെ കുറെ പേടികളുണ്ട്. അതായത് ഇതെല്ലാം വരുന്നത് എനിക്ക് നാളെ ഇതോർത്ത് കുറ്റബോധം വരരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പം അയാളും ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഇതിപ്പം നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ സേവ് ചെയ്യുവാണല്ലോ. നമുക്ക് നാളെ കാശിന് ഒരുപാട് വാല്യൂ വേണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ കാശിന് ഇത്രയും വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഇറാഷണൽ ഫിയറാണ്. ഇപ്പം തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, പേടിയുണ്ട് ഞാൻ കാശില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുമോ എന്നുള്ളത്. പക്ഷെ അത് വളരെ അൺലൈക്ലിയാണ്. ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ വളരെ അൺലൈക്ലിയാണ്. വേറെ ജോലി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും വരും. എന്നാലും ഞാൻ നാളത്തെ ഒരു ഭാവിയിലേക്ക് വേണ്ടി ഞാൻ എക്സ്ട്രീമായിട്ട്
ചിന്തിച്ച് സേവ് ചെയ്യുകയാണ്. ആദ്യം പിള്ളേർ സ്കൂളിൽ നിന്ന് മറ്റേ സാധനം പഠിപ്പിക്കൽ നിർത്തണം. ആപത്ത് കാലത്ത് സമ്പത്ത് കാലത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത്. ഇല്ല, നമ്മൾ ഈ ബാക്കി ഫോറിനേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കാരണം അവർ ഇന്നേക്ക് വേണ്ടി ജീവിക്കുന്ന പോലെയാണ്. കാരണം അവരുടെ ഗവൺമെന്റ് അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവരുടെ ഗവൺമെന്റ് അവരെ ടേക്ക് കെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാരന്റ്സിനെ നോക്കേണ്ട നീഡില്ല. ഒരു പാരന്റ് ആയി കഴിഞ്ഞ് വയസ്സായി കഴിഞ്ഞാൽ അവർക്കൊരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ കയറി പോയാൽ മതി, അവർക്ക് ഗവൺമെന്റിന്റെ കെയർ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ ട്രാവൽ ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കും കുറച്ചുകൂടെ. അല്ലെ, അവര് മൊബൈൽ മേടിക്കും, ഏറ്റവും നല്ല മൊബൈൽ മേടിക്കും, ഏറ്റവും നല്ല കാറ് മേടിക്കും. അവര് ജീവിതം ആസ്വദിക്കുന്ന ഒരു ഇതാണ്. നമ്മളെ ഇന്ത്യക്കാർ അങ്ങനെയല്ല എന്നുള്ളതാണ് ആ ഒരു ലൂപ്പില്ല. അതായത് പാരന്റ്സ് പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്നു, പിള്ളേർ കുറച്ച് നാൾ പാരന്റ്സിന് വേണ്ടി ജീവിക്കുന്നു, പിന്നെ അവരുടെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വേണ്ടി ചെലവാക്കുന്നതിനെ പലപ്പോഴും സെൽഫിഷ്നെസ് ആയിട്ടാണ് കാണുന്നതല്ലേ. സന്തോഷ് ജോർജ് വളരെ പറഞ്ഞ പോലെ ആഘോഷിക്കുന്നത് തെറ്റായി കാണുന്ന ഒരു നാട്ടിൽ ഇവരെ എങ്ങനെ ജീവിക്കാനാ? രാവിലെ മുഴുവൻ അധ്വാനിച്ചു വന്ന് രാത്രി ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ല. അവിടെ ആഘോഷത്തിന് ഡെഫിനിഷൻ ഇടണം. നമ്മുടെ കേരളത്തിന്റെ ആഘോഷം എന്ന് വെച്ചാൽ അടിക്കുക എന്നുള്ളതിന്റെ മെയിൻ ആഘോഷം. മദ്യപാനമാണ് ഇവിടുത്തെ മെയിൻ ആഘോഷം. അല്ലടാ, ഇപ്പോഴത്തെ ആൾക്കാർ നല്ലപോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അഡ്വഞ്ചർ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാറി നമ്മുടെ ഒന്നാമത് ആ കൾച്ചർ മാറി വരുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മുഴുവൻ ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു ഇതിനെയും, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ പിള്ളേര് അവരുടെ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നു, അവരുടെ വയസ്സായ അച്ഛന്മാരെ നോക്കണ്ടെന്ന് പറയുന്ന ആ ഒരു കൾച്ചറിന് എനിക്കത്ര ഇത് തോന്നിയിട്ടില്ല. അല്ല എനിക്ക് മുഴുവൻ ആ സംഭവങ്ങളോട് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല, മതിപ്പ് തോന്നിയിട്ടില്ല. അത് ഗ്ലോബൽ ഗ്ലോബൽ സിവിലൈസേഷൻ എന്താ അതിനെ പറയുന്നത്? അല്ല, ഗ്ലോബൽ കൾച്ചറാ, വെസ്റ്റേൺ കൾച്ചർ അല്ല, ഗ്ലോബൽ എല്ലായിടത്തും ഒരുപോലെ കൾച്ചറായി. ഇല്ല, നമ്മുടെ അകത്ത് ഈ ഒരു മൈൻഡ് സെറ്റ്, മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് നമുക്ക് വരുന്ന ഒരു സാധനമാണ്. അതായത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു കാശ് എന്ന് ചിന്തിക്കുന്ന വളരെ ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കും. ഈ മാസം എത്ര ഉണ്ടാക്കി, അങ്ങനെ ജോലി ചെയ്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി വലിയ ഗെയിനും ഇല്ല അല്ലേ. ഒരു ലോങ് ടേം ചിന്തിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ തന്നെ നിർത്തല്ലേ. ആ സമയത്ത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്ത് റിസ്ക് എടുത്ത് വല്ലതും ബിസിനസ്സൊക്കെ ചെയ്യുവാണെങ്കിൽ. എച്ചിത്തരം കാണിക്കാതെ ആൾക്കാർ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയാൽ പിശുക്ക് കൂടാതെ ജീവിക്കാം. ഇതല്ലേ നീ പറഞ്ഞു തന്ന പോയിന്റ്? ഇത് ഞാൻ പറഞ്ഞു പോയതല്ലോ. ഇല്ല, നമുക്ക് എങ്ങനെ ആ ഒരു പേടി, അതായത് എനിക്ക് ആ പേടി ഒരു കാലത്ത് മനുഷ്യനുള്ള ഒരു കാലത്ത് അത് ഓർക്കാൻ ചെയ്യാൻ പറ്റില്ല. ഒരുത്തനും ഒരു പൈസ, എത്ര പൈസ കിട്ടിയതിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാലും അവൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാവില്ല. അതായത് പ്ലാനിങ്ങുകൾ വളർന്നുകൊണ്ടേയിരിക്കും. പ്ലാനിങ് അത് എന്തും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കൂടെ MBA ചെയ്ത ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഇച്ചിത്തരം കാണാറുണ്ട്. അത് കാശുള്ളവൻ്റെ കൂടുതൽ ചിത്രം ഈ പറഞ്ഞ അതെ, കാശുള്ള നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. കാശില്ലാത്തവന്റെ ദാരിദ്ര്യം, കാശുള്ളവനാണ് എച്ച്. കാശുള്ളവൻ കുറേ കൂടി ലാവിഷായിട്ട് ചിലവൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനറിയാം ഈ കാശ് പിടിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, നാളത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഇന്നത്തെ കാര്യം നടക്കട്ടെ എന്നുള്ളൊരു സാധനത്തിലായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യാം. മറ്റാണെങ്കിൽ ഇപ്പൊ അനീസിക്കയും പറഞ്ഞില്ല, അനീസിക്ക വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് വരുന്നതുകൊണ്ട് അനീസിക്കയ്ക്ക് ആ ഒരു പേടിയില്ല. കാരണം അനീസിക്ക ആ പേടി ഫേസ് ചെയ്തിട്ടുണ്ട്. അതില്ലാത്ത ഒരാൾ, ഞാൻ വേണ്ടി ചിന്തിക്കുമായിരുന്നു, ന്യൂസിലൊക്കെ വായിക്കൂലേ സക്സസ്ഫുൾ ആൾക്കാർ, അംബാനി എന്ന് രാവിലെ 5 മണിക്ക് ഇരുന്നേക്കുന്നത്. ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് സക്സസ്ഫുൾ ആൾക്കാർ 5 മണിക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10:30 ഇരുന്നേക്കുന്നതല്ലേ സക്സസ്. അത് ശരി. അപ്പൊ ഇയാൾ സക്സസ്ഫുൾ അല്ല നിന്റെ ദൃഷ്ടിയിലല്ല, അതായത് നല്ല പോലെ ദൃഷ്ടിയിൽ അല്ല, പണ്ടത്തേന്നല്ലടാ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാലല്ലേ സക്സസ് എന്ന് പറയുന്നത്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 10 മണി വരെ ഉറങ്ങാനാ. നിനക്ക് ആ 10 മണി വരെ ഉറങ്ങാനുള്ള കംഫർട്ട് കിട്ടണം, അന്നല്ലേ നീ സക്സസ്ഫുൾ ആവണല്ലോ. നീ കാലത്ത് എഴുന്നേറ്റ് നീ 5 മണിക്ക് 10 മണിക്ക് എഴുന്നേക്കാൻ ഇഷ്ടമുള്ള ഒരാൾ 5 മണിക്ക് അലാം വെച്ച് എഴുന്നേക്കണ്ടെങ്കിൽ നിന്റെ ദുരിത ജീവിതത്തിലേക്കൂടെ കടന്നു പോണേ നീ. നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമല്ലേ ഏറ്റവും മോശം ജീവിതം. അതെ, പിന്നല്ലാണ്ട് നമ്മൾ ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ പഠിക്കണം. അതും കഴിഞ്ഞ് ഈ ഇഷ്ടമല്ലാത്ത സാധനത്തിന് പഠിച്ച് പരീക്ഷ എഴുതണം. അത് എന്നും കൂടെ ചുറ്റും ആൾക്കാർ, ടീച്ചേഴ്സ്മാര്, നമ്മുടെ ബന്ധുക്കള്, അമ്മയും അപ്പനും ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യ് ഇത് ചെയ്യ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുന്ന പറയുന്നത്. അന്ന് ആക്ച്വലി നമ്മുടെ ഒരു വെർത്ത് നമ്പറിൽ മാർക്കാണ് എനിക്ക് തോന്നുന്നത്. മാർക്കുണ്ടാക്കിയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം കാശുണ്ടാക്കി. മനസ്സിലായില്ലേ? പണ്ട് മാർക്കായിരുന്നു, മാർക്ക് കിട്ടുന്നായിരുന്നു നമ്മുടെ ഭാവിയെ സെക്യൂർ ആക്കുന്ന സാധനം ഈ മാർക്കാണ്. ഇന്ന് ഭാവിയെ സെക്യൂർ ആക്കുന്ന സാധനം കാശാണ്. കാശിന്റെ ഒരു എമൗണ്ട് ആണ്. ഇത്ര കാശ് വെറുതെ എനിക്ക് പേടിയില്ലാത്ത, എനിക്ക് പണ്ട് മാർക്കിനോടും താല്പര്യമില്ല. ഞാൻ അന്നേ സീറോ ബാലൻസിലൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, ഈ അംബാനിയൊക്കെ ഇപ്പോഴും എന്ത് അധ്വാനമാണ് ഇടുന്നത് അല്ലേ? ഒരു പുതിയ സാധനം പഠിച്ച് ഇപ്പൊ ഒരു പുതിയ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്നാലും അയാൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും. അയാൾ ദിവസം 14-16 മണിക്കൂർ എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.
തീർച്ചയായിട്ടും ഒരു റേസിലാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു ടീം ഉണ്ടാവത്തില്ല ഇപ്പം. ഇന്നിപ്പോ ആൾക്ക് എഫർട്ട് പണ്ടത്തെ പോലെ ഭയങ്കര ഇതുണ്ട ആൾക്ക് അത് ചെയ്തു കൊടുക്കാൻ, ഇന്ന സാധനത്തിനെ പറ്റി പറയാനും അറിയാനും. പുള്ളിക്ക് ഇപ്പൊ മരുമകളുടെ കൈ പിടിച്ച് നടന്നാ പോരെ. മതി, അതൊക്കെ തന്നെ. ഇല്ല, ഇപ്പൊ അനീസിക്ക് ഒരു 10 കോടി രൂപ കിട്ടി, അനീസിക്ക് എന്ത് ചെയ്യും? എനിക്ക് 10 കോടി രൂപ കിട്ടി കഴിഞ്ഞാൽ മിക്കവാറും മഹാദേവന് കുറച്ച് പൈസ കൊടുക്കും. മഹാദേവനെ ടിക്ടോക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരും. മഹാദേവനെ ഞാൻ പർച്ചേസ് ചെയ്യും. അതാണ് കടം കൊടുക്കണതിനെ പറ്റി ഒരു സാധനം പറഞ്ഞു അല്ല. ഞാൻ കടം കൊടുക്കുന്നത് ഇതേപോലെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ഇതിലാണ്. തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ. തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ഇതിലാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ഒരു സാധനത്തിലാണ് കൊടുക്കുന്നത്. എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് വിശ്വാസമല്ല, അത് ഫാക്റ്റാണ്. ഏതോ പിഷാരടി ഏതോ ഒരു സാധനത്തിൽ പറയല്ലോ, അതായത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കടം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് പറഞ്ഞിട്ടുണ്ട്. അതായത് നീ നിന്റെ പണിയെടുക്കേണ്ട സമയത്ത് നീ അത്ര എഫർട്ട് ഇട്ട് നീ പണിയെടുത്ത് നീ ഉണ്ടാക്കിയ കാശ്, ഒരുത്തൻ നിന്റെ പോലെ തന്നെ കഴിവുള്ള ഒരുത്തൻ ആ സമയത്ത് കള്ളു കുടിച്ച് ഒന്നും ചെയ്യാണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അവനൊരു കാശിന് ആവശ്യം വരുമ്പോൾ നീ കഷ്ടപ്പെട്ടെടുത്ത കാശാണ് അവന് കൊടുക്കുന്നത്, എന്നിട്ട് അവൻ തിരിച്ചൊന്നും തരില്ല. അപ്പം നിങ്ങൾ കൊടുക്കരുത് എന്നുള്ള സാധനമാണ് ഒരു എപ്പിസോഡിൽ. വഷളാക്കും. കടം കൊടുക്കലും മാത്രമല്ല, ബന്ധങ്ങളിൽ നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാശുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ ആൾക്കാർ നിൽക്കും, അല്ലെങ്കിൽ കാശ് കൊടുത്തോണ്ട് ആൾക്കാർ നിൽക്കും എന്ന് നമ്മൾ. എനിക്കതുപോലെ എൻ്റെ കയ്യിൽ കാശുള്ളപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാനും ബുദ്ധിമുട്ടാ. ഇല്ലെങ്കിലും ഇല്ലെന്ന് പറയാൻ ഭയങ്കര പാടാണ്. കാശ് കയ്യിൽ ഇല്ലെങ്കിലും ഇല്ലെന്ന് പറയാൻ ഭയങ്കര പാടാ. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം അവന് പൈസ കൊടുക്കണമല്ലോ, നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ഞാൻ ചില സമയത്ത് നാണക്കേട് വിചാരിച്ചു വല്ലോ എൻ്റെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇത്ര പോലും ഇല്ലാന്ന് വിചാരിക്കില്ലേ. എമൗണ്ടൊക്കെ ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ തീർന്നില്ലേ, 300 രൂപ തരുമെന്നൊക്കെ ചോദിച്ചു നമ്മൾ വിളിക്കുന്നേ. അപ്പൊ ഇതില്ലാന്ന് പറയുമ്പോ അയ്യേ ഈ മൈരൻ്റെ 300 രൂപ പോലും ഇല്ല. എച്ചികളാണ് തെച്ചുകളാ. അങ്ങനെയാണ് നമുക്ക് ആൾക്കാർ എച്ചികളെന്ന് പേരിടുന്നത്. അങ്ങനെയാണ് നമ്മൾ എച്ചികളൊന്നുമല്ല, നമ്മൾ ലാവിഷാണ്, ഭയങ്കര ലാവിഷാണ്. പൈസ ഫുള്ള് ചെലവാക്കുന്ന ടീംസാ നമ്മള്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിണിങ് സൗണ്ട് കേൾക്കും. എനിക്ക് വല്ലവരും തോന്നും 300 രൂപ ചോദിച്ചാ നാളെ അല്ല നമ്മള് ചോദിക്കൂലേ. ഇല്ലില്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. ആ 300 രൂപ ചോദിച്ചാണ്ടല്ലോ, അല്ലല്ല ആ 300 രൂപ കൊടുത്താ സേഫാ. എന്താന്ന് വെച്ചാൽ ഈ 300 രൂപ തിരിച്ചു തരില്ല, അപ്പൊ നാളെ ചോദിക്കാൻ ബുദ്ധിമുട്ടാ. എനിക്ക് ബുദ്ധിമുട്ട് അതാണ്. കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇപ്പൊ ഒരു 10,000 കൊടുത്തു, അടുത്ത മാസം എന്തായാലും തിരിച്ചു വന്ന് 10,000 ചോദിക്കുമ്പോൾ ഞാൻ നോ പറയണ്ടേ? അതിനെക്കാട്ടി എളുപ്പം ഈ മാസം തന്നെ നോ പറയണല്ലേ. എനിക്ക് 10,000 രൂപ ലാഭിക്കാം. അല്ല, ആ നോ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ പറയില്ലടാ ഇപ്പം എൻ്റെ കുറച്ച് ഫണ്ട് വരാണ്ടായിരുന്നു, വന്നില്ല, അതുകൊണ്ട് തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിറ്റത്തെ മാസത്തിൽ വിളിച്ചിട്ട് ചോദിക്കും എടാ ഒരു 10,000 ഉണ്ടാവും. അപ്പോൾ വീണ്ടും നീ ഫണ്ട് വന്നില്ല, അല്ലാണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ നേരം ആ 10,000 രൂപ ചോദിച്ച സമയത്ത് ഇപ്പം എൻ്റെ കുറച്ച് ടൈറ്റാണ്, ഞാൻ 2,000 അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് 2,000 രൂപ എടുത്താണ്ടല്ലോ, ഈ 2,000 പോയി. അത് പക്ഷെ അവ അടുത്ത മാസം ചോദിക്കില്ല 10,000 രൂപ. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള പൈസ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള പൈസ വന്നാൽ അത് എന്ത് ചെയ്യും നമുക്ക് പ്ലാൻ ചെയ്യാൻ പോലും പറ്റും. ഇനി 10 കോടി വരുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഐഡിയ ഇല്ല. 10 കോടി വന്നാൽ ഞാൻ ഇപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുമെന്ന്, എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം അങ്ങനെ എമൗണ്ട് അങ്ങനത്തെ ഒരു നീഡ് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ കാശ് വന്നാൽ എനിക്കിപ്പോ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇതിന്റെയും കാട്ടി കൂടുതൽ കാശ് ഏൺ ചെയ്യുന്ന എനിക്ക് കുറച്ചുകൂടെ ഒരു ജസ്റ്റ് ഫീൽ ബെറ്റർ എന്നുള്ളൊരു സാധനമാണ്. കാരണം ഞാൻ കുറച്ചുകൂടെ വാല്യൂ ആഡ് ചെയ്യുന്നു എന്ന് എനിക്ക് തന്നെ തോന്നും. മാർക്കിന്റെ സെയിം ഇക്വലന്റ് ആണ്, പക്ഷെ അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റും വരാൻ പോകുന്നു തോന്നുന്നില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിരുന്ന് പറഞ്ഞില്ലേ, അതായത് ചിലർ പറയില്ലേ മണി കാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താ, സേഫ് സെക്യൂർ ഒരു പോയിന്റിന്റെ മുകളിലെത്തി ഇത്ര പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതിന്റെ മുകളിലേക്കുള്ള കാശിന് നമുക്ക് സന്തോഷം മേടിച്ചു തരാൻ പറ്റില്ല, പക്ഷെ ബേസിക് സാധനങ്ങൾ കവർ ചെയ്യാനുള്ള കാശില്ലേ, ആ കാശുണ്ടെങ്കിൽ തന്നെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആക്ച്വലി ഒരു സ്റ്റഡി വെച്ചിട്ട് 12-13 ലക്ഷം പെർ ഇയർ ആണ്. അതിനെ കാട്ടി കൂടുതൽ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് മാറൂല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാർ മേടിച്ചു, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു കാർ മേടിച്ചാലും അതിന്റെ അങ്ങനത്തെ ഉള്ള ഹാപ്പിനെസ് ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ഹാപ്പിനെസ് ആണ്. അതായത് കാർ മേടിക്കുമ്പോ കിട്ടണ ഒരു സന്തോഷമുള്ളത് ഞാൻ കാറുണ്ട് അത്രേ ഉള്ളൂ. ഇതേപോലെ 13-ന്റെ കാട്ടി കുറവാണെങ്കിൽ നമ്മുടെ പല നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതോ ഒരു US കമ്പനിയിൽ അവിടുത്തെ ഇക്വലന്റ് ഇത്രയും, അവിടുത്തെ കമ്പനിയുടെ റൂളാണ്, ആ കമ്പനി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ സാലറിയാണ്. അതായത് CEO തൊട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാലറിയാണ്. അതാണ് ഹാപ്പിനെസ് സാലറി എന്ന് പറയുന്നത്.
കാരണം അതിൻ്റെയും കാട്ടി കൂടുതൽ സാലറി ഇട്ടിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. അവർ കമ്പനിയിൽ അനൗൺസ് ഈ മാസത്തെ ഈ വർഷത്തെ ഹാപ്പിനെസ് സാലറി നമ്മളൊന്ന് കുറച്ചുണ്ട്, നിങ്ങൾ ഇത്ര കാശിൽ ഹാപ്പി ആയിരിക്കണം, ദയവ് ചെയ്ത് 12 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല. ഞാൻ അപ്പോഴും ഈ പൈസ കിട്ടിയാലും നമ്മളിപ്പോ ആലോചിച്ചപ്പോ ഞാൻ വന്ന് പോയിട്ട് ഒരു സ്ഥലത്തേക്ക് ഓട്ടോയ്ക്ക് പോവാം 80 രൂപ അല്ലെ 75 രൂപ. അപ്പൊ 75 രൂപയ്ക്ക് ഓട്ടോയ്ക്ക് പോകേണ്ടതായിരുന്നു, എനിക്ക് നടക്കാമല്ലോ. ആ 2 കിലോമീറ്റർ ഞാൻ നടക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യുമെന്ന്. അതെ സത്യം. ഇല്ല നമ്മള് ഞാൻ പറയട്ടെ, നമ്മളൊരു സമയത്ത് കംപ്ലീറ്റ് ഭക്ഷണം കഴിച്ചേർന്ന രീതി നീ ഒന്ന് നോക്കി. ഫുഡ് ഞാൻ കഴിക്കും. അത് ഇപ്പോഴും പൈസ ഉണ്ടെങ്കിൽ അതിപ്പോ 100 രൂപ കൈ വന്നാൽ 100 രൂപയ്ക്ക് ഫുഡ് കഴിച്ച് തീർക്കും. അത് പക്ഷെ അവൻ ചില സാധനങ്ങൾ എനിക്കൊന്ന് മാറുമെന്ന് സംശയമുണ്ട്. ഡ്രസ്സ് ഞാൻ വാങ്ങിക്കുവോ, ഞാൻ ഓട്ടോയിൽ കയറി പോവോ, അല്ലെങ്കിൽ ഞാൻ ഊബർ പിടിച്ച് പോവോ എന്നൊക്കെയുള്ള സംശയമാണ്. എന്നാലും നിങ്ങൾക്ക് 10 കോടി രൂപ ആയിട്ട് നിങ്ങൾക്ക് 100 ദിവസം കൂടെ ഉള്ളൂ ജീവിക്കാൻ. അങ്ങനെ മൊത്തം ഈ പറഞ്ഞ സാധനം ചെയ്യും. കാരണം അപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കി തീർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റ് ഉണ്ട്, അത് സിനിമ കാണാൻ കൂടുതൽ ചെലവാക്കും, ട്രാവൽ ചെയ്യാൻ ചെലവാക്കും. പിന്നെ ഈ പറഞ്ഞ ഞാൻ നയൻതാരയ്ക്ക് മറ്റേ സാധനം വാങ്ങിച്ചു കൊടുക്കും. ധനുഷിന്റെ കയ്യിൽ നിന്ന് 3 ക്ലിപ്പ് 10 കോടി കാശ് എനിക്ക് കാശ് പ്രശ്നമല്ല. അത് ധനുഷ് കാണിച്ച ചിത്രമാണ്. അല്ല അത് ഈഗോ അല്ലല്ലോ, അതൊരു ബിസിനസ് അല്ലേ. ബിസിനസിന്റെ അപ്പുറത്ത് അവർ പേഴ്സണൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതെന്താണെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അവർ പറയാതെ രണ്ടുപേരും ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം വന്ന് എന്താ ധനുഷിനെ ബാഷ് ചെയ്ത് ശരിയായില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പബ്ലിക് ബാഷ് കൊണ്ട് ഒരു കാര്യമില്ല. പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനില്ല. കോടതി കേസ് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്തിനാണ് എഴുതുന്നത്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കണം, അങ്ങനത്തെ ഒരു ലൈനല്ലേ. അതായത് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ഇന്ന് കിട്ടുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നല്ല പാടായിരുന്നു. ഒരു 10 ആള് കൂടി നടത്തി പോണ ഒരു ഏത് പരിപാടിയും അതിലൊരാൾക്ക് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് മുകളിലേക്ക് കയറി വരാന്ന് പറയുന്നത് ഒരുപോലത്തെ പാടാ. ഈ നയൻതാര കഷ്ടപ്പെട്ട പോലെ തന്നെ അച്ഛൻ ഡയറക്ടറും ചേട്ടൻ ഡയറക്ടർ ആയിരിക്കുന്ന ധനുഷിനെ ആൾക്കാർ വലിച്ചു കയറിയിട്ട് ഒരു സമയത്ത് പിന്നല്ലാണ്ട് ആളെ ചെയ്ത് തന്നെ വന്ന്. അതുകൊണ്ട് അങ്ങനെ ആരും എല്ലാരും ഒരു ലെവലിലേക്ക് ഒരു ആള് കയറി വരാന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ കഷ്ടപ്പാട് തന്നെയാണ്. അത് ആ മേഖലകൾ ഡിഫറെന്റ് ആണെന്നുള്ളൂ. ആരും സുഖമായിട്ട് ഒരു സ്ഥലത്തും കയറി എത്തിയിട്ടില്ല. ഇപ്പൊ സച്ചിന്റെ മോൻ എന്ന് പറയണ അവന് കയറി വരണമെങ്കിൽ കൂടുതൽ സ്ട്രെയിനാ, എപ്പോഴും കമ്പാരിസൺ, എപ്പോഴും ഇത്. ഇവൻ ബോൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ബോൾ നീ ബാറ്റ് ചെയ്ത് നോക്കി, ചിലപ്പോൾ അച്ഛൻ്റെ കഴിവ് ബാറ്റിങ്ങിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നുള്ള സാധനം പറയാൻ കുറെ അവന്റെ സ്ട്രെസ് വേറെ ആയിരിക്കും. അല്ല ഈ എച്ചിത്തര ഏറ്റവും കുറവ് ഞങ്ങളുടെ വീട്ടിൽ കാശുള്ള പിള്ളേർക്കാണ്. അവർക്ക് കുറവാണ്. അതെ അവർക്കാണെങ്കിൽ മന്ത്ലി കാശ് കിട്ടുന്ന പോക്കറ്റ് മണി കിട്ടും. അല്ല ഞാൻ പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പ്. ഞാനിപ്പോ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മേടിച്ചു തരൂലല്ലോ. അതുണ്ട്, അതുപോലത്തെ പിള്ളേരുണ്ട്. അതായത് ആ പൈസ അവനും ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. ഈ പോക്കറ്റ് മണി സേവ് ചെയ്തിട്ട് അവന് PS5 മേടിക്കണം ഉള്ള ആവശ്യമുള്ള ഒരു ഇല്ല വീട്ടിൽ അങ്ങനെ കാശ് കണ്ടു വളർന്ന ആൾക്കാർക്ക് ആ ഒരു അങ്ങനത്തെ, ഞാൻ ഈ കാശുകാർക്കല്ല ഞാൻ പറഞ്ഞില്ല, ഈ മിഡിൽ ക്ലാസിന്റെ മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് ഇത്രേ കിട്ടുകയുള്ളൂ, അതിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം സേവ് ചെയ്യണം എന്നുള്ള. പണക്കാര് ജനറലി ദൂർത്തടിക്കുന്ന ടൈപ്പാണ്. അല്ലല്ല, മിഡിൽ ക്ലാസ് ആയാലും ലോൺ എടുത്ത് ദൂർത്തടിക്കുന്നവരുണ്ട്, വേണം കാണിച്ചു തരാം, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു മൈൻഡ് സെറ്റാണ്. അത് ചിലപ്പോ ഈ പാട്ട് പാടാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് കിട്ടാന്ന് പറയില്ലേ, പിച്ചത്തരം ജന്മസിദ്ധമായിട്ട് കിട്ടും. പലപ്പോഴും നമ്മൾ സ്റ്റേജിലും വളരെ പേടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. എനിക്ക് അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കാശ് ചെലവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള. അല്ലേ, ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട്, കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു മൈൻഡ് സെറ്റാണ് നല്ല. അതായത് എന്നുള്ളതാണ്. ഇത് ഈ പേടിച്ചോടിച്ച്. പക്ഷെ എന്താണെന്നറിയോ, അങ്ങനെ ജീവിച്ചിട്ട് അവസാന സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത കുറെ ആൾക്കാരുടെ കഥകൾ നമ്മുടെ മുന്നിൽ കിടക്കണ്ടാവും. അപ്പൊ എപ്പോഴും ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരും. അയ്യോ മറ്റേ ഇപ്പൊ അടുത്തൊരു ആക്ടർ മരിച്ചില്ലേ, ആള് ഫാമിലിയൊക്കെ ആള് ഒരു പ്രായമായ സമയത്തുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, അടിച്ചു പൊളിച്ച് ജീവിച്ചു. അല്ല ഈ ലോട്ടറി കിട്ടുന്ന പലരും പെട്ടെന്ന് തന്നെ തിരിച്ച് അതൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെയോ ആ ഒരു ഫിനാൻഷ്യൽ ഒരു അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനോ ഇല്ലാത്തതിന്റെ ഒരു, അതായത് അവർക്ക് അറിയില്ല ആ ഒരു അത്രയും ഒരു കാശിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫിക്സഡ് എമൗണ്ട് കൊണ്ട് കൊടുത്താൽ പല ആൾക്കാർക്ക് അത് ചെലവാക്കി തീർക്കാന്നുള്ള പ്രശ്നങ്ങൾ തീരൊന്നുമില്ല. അത് പൈസ പെട്ടെന്ന് തീരുന്നു, പൈസ തീരാൻ വലിയ സമയമൊന്നും വേണ്ട. പാടൊന്നുമില്ല, പൈസ തീരാൻ ഇന്നത്തെ കാലത്ത് പാടൊന്നും. ഒരു 2 പറമ്പ് മേടിച്ചിട്ടു,
ഈ കിട്ടിയ കാശിന്. ഈ പറമ്പ് ചിലപ്പോ വിൽക്കാൻ പോലും പറ്റൂല പിന്നെ. ആദായവും ഇല്ല. പിന്നെ പൈസ അല്ല, നമ്മൾ ഈ പറമ്പ് നല്ല രീതിയിൽ ഡിലിജന്റ് ആയിട്ട് ഡോക്യുമെന്റ് ഒന്നും നോക്കാതെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടും. അങ്ങനെയും പോവാം. പറ്റിക്കപ്പെടാൻ ഇന്ന് എന്താണ് ഇപ്പൊ പക്ഷെ ഗവൺമെന്റ് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ലോട്ടറി അടിച്ചവർക്ക് ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെലവാക്കണം, അല്ലെ ഇതിനെങ്ങനെ റിട്ടേൺസ് വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാം. ഒരു മടി എന്ന് പറയുന്ന അധ്വാനത്തിന്റെ ചിത്രമല്ലേ? അധ്വാനിക്കാതിരിക്കുന്നത് ചിത്തരാണ്. അധ്വാനം കോംപ്ലിക്കേറ്റഡ്, ഞങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കില്ല. നമുക്ക് നിർത്തായത്. അതെ, എനിക്ക് വേറെ 100 കൂട്ടം പണിയുള്ളത് അതിന്റെ ഇടയിൽ. നമ്മള് ആകെ ഈ എപ്പിസോഡിലുള്ള ടേക്ക് അവേ എന്ന് പറയുന്നത് PVR-ലെ 10 രൂപയുടെ കപ്പലന്റെയാണ്. PVR-ന് വരെ പരസ്യമാണ്. അപ്പോൾ ആ ഒരു നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം. മഹാദേവൻ അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും. വെറുതെ പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്ത ഷെഡ്യൂളിലുണ്ടാവും. ഇപ്പൊ കുറച്ച് തിരക്കായിട്ട് പോയതാണ്. അപ്പോൾ അടുത്ത മറ്റൊരു എപ്പിസോഡായി പിന്നീട് കാണാം. ബൈ.